ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് വെച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് സ്ട്രിങ് ഓപ്പറേഷൻസ് നടത്താം എന്നുള്ള കാര്യമാണ്. നമ്മൾ സ്വിച്ച് എന്ന് പറയുന്ന കോൺസെപ്റ്റ് സെപ്പറേറ്റ് പഠിച്ചിട്ടുണ്ട്, അതിൻ്റെ പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ സ്ട്രിങ് ഹാൻഡ്ലിംഗ് ഫങ്ഷൻസും നമ്മൾ വേറെ പ്രോഗ്രാമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ രണ്ട് കോൺസെപ്റ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലബ് ചെയ്യുന്നേ ഉള്ളൂ, രണ്ടുകൂടെ കമ്പൈൻ ചെയ്തൊരു പ്രോഗ്രാമിൻ്റെ അകത്ത് എത്തിക്കുന്നുള്ളൂ. അങ്ങനെ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് എക്സാമിൻ്റെ അകത്ത് വരാനുള്ള പ്രോഗ്രാം ലിസ്റ്റിൻ്റെ അകത്ത് ഒന്ന് എന്ന് പറയുന്നത് ഈ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് സ്ട്രിങ് ഓപ്പറേഷൻസ് നടത്തലാണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പ്രോഗ്രാമിൻ്റെ പേരൊന്ന് കൊടുക്കുകയാണ്. /* വെച്ചിട്ട് പ്രോഗ്രാമിൻ്റെ പേര് കൊടുക്കുകയാണ്. പ്രോഗ്രാമിൻ്റെ പേര് ഞാൻ സ്ട്രിങ് ഓപ്പറേഷൻ യൂസിങ് സ്വിച്ച് കേസ് എന്ന് കൊടുക്കുകയാണ്. എന്നിട്ട് / ഇട്ട് ക്ലോസ് ചെയ്തു. ദെൻ ഞാൻ എൻ്റെ മെയിൻ കോഡ് എഴുതാണ്. മെയിൻ എഴുതി ബ്രേസ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തു. പറയാം ഇതിൻ്റെ അകത്താണ് നമ്മൾ ബാക്കി കോഡുകൾ എഴുതുക. ഇതിൻ്റെ അകത്തിൻ്റെ ഔട്ട്പുട്ട് സ്ക്രീൻ അവിടെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഞാൻ get ch എന്ന് പറയുന്ന ഫംഗ്ഷനെ കോൾ ചെയ്യാണ്. ദെൻ get ch എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഡെഫിനേഷനുള്ള ഹെഡർ ഫയലായ conio.h ഞാൻ എൻ്റെ പ്രോഗ്രാമിൻ്റെ ഭാഗമാക്കി മാറ്റാണ്. ആഷ് ഇൻക്ലൂഡ് ആംഗിൾ ബ്രാക്കറ്റ് ഓപ്പണിംഗ് conio.h. ഇനി നമുക്ക് രണ്ട് സ്ട്രിങ്ങുകളെ നമുക്ക് ബേസിക്കലി റീഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ അകത്ത് ഞാൻ രണ്ട് സ്ട്രിങ്ങിനെ നമുക്ക് റീഡ് ചെയ്ത് വെക്കണമെങ്കിൽ നമ്മളെ കയ്യിൽ രണ്ട് ക്യാരക്ടർ അറേൻ്റെ ആവശ്യമുണ്ട്. രണ്ട് ക്യാരക്ടർ അറേ നമുക്ക് ഡിക്ലെയർ ചെയ്താൽ മാത്രമേ അതിൻ്റെ അകത്ത് പിന്നീട് സ്ട്രിങ്ങിനെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. സോ എനിക്കൊരു ക്യാരക്ടർ അറേ വേണ്ടത് കൊണ്ട് ഞാനൊരു ക്യാരക്ടർ അറേ ഡിക്ലെയർ ചെയ്യുകയാണ്. ആദ്യത്തെ ക്യാരക്ടർ അറേൻ്റെ പേര് ഞാൻ A എന്ന് കൊടുക്കുന്നു. ഓഫ് സൈസ് ഞാനൊരു 20 കൊടുക്കുകയാണ്. അതേപോലെ വേറൊരു സ്ട്രിങ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മറ്റൊരു ക്യാരക്ടർ അറേ ഉണ്ടാക്കുകയാണ്. അതിൻ്റെ സൈസ് ഞാൻ B എന്ന് കൊടുക്കുകയാണ്. അതിൻ്റെ സൈസും ഞാൻ 20 എന്ന് കൊടുക്കുകയാണ്. ദെൻ അടുത്തതായിട്ട് ഈ രണ്ട് ക്യാരക്ടർ അറേൻ്റെ അകത്തേക്കും ഞാൻ സ്ട്രിങ്ങിനെ റീഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ സ്ട്രിങ്ങിനെ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തുണ്ട്, നമ്മളെ കയ്യിൽ ഗെറ്റ്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഗെറ്റ്സ് എങ്ങനെ ഉപയോഗിക്കുക? ഗെറ്റ്സ് എന്ന് ടൈപ്പ് ചെയ്യും, ബ്രാക്കറ്റിൻ്റെ അകത്ത് ഏത് അകത്താണോ നമുക്ക് സ്ട്രിങ്ങിനെ എടുത്ത് വെക്കേണ്ടത് ആ അറേൻ്റെ പേര് പറയും. ഇപ്പം A എന്ന് പറയുന്ന ക്യാരക്ടർ അറേൻ്റെ അകത്താണ് സ്ട്രിങ്ങിനെ എടുത്ത് വെക്കേണ്ടതെങ്കിൽ നമുക്ക് ഗെറ്റ്സിൻ്റെ ബ്രാക്കറ്റിൻ്റെ അകത്ത് എന്ത് കൊടുക്കാം? ഗെറ്റ്സ് ഓഫ് A എന്ന് കൊടുക്കാം. അപ്പോൾ സ്ട്രിങ്ങിനെ റീഡ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യണം? യൂസറിനോട് എന്ത് പറയണം? എൻ്റർ ദി സ്ട്രിങ് എന്നുള്ളൊരു മെസ്സേജ് കൊടുക്കണം അല്ലേ. എന്നാലേ യൂസറിന് ഒന്നുകൂടെ കമ്മ്യൂണിക്കേഷൻ കൺവിൻസ് ആവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ ഗെറ്റ്സിന് മുന്നേ ഞാനൊരു printf ചേർക്കുകയാണ്. printfൻ്റെ അകത്ത് എൻ്റർ ദി ഫസ്റ്റ് സ്ട്രിങ് എന്നുള്ള മെസ്സേജ് കൊടുക്കുകയാണ്. എൻ്റർ ദി ഫസ്റ്റ് സ്ട്രിങ് എന്നുള്ള മെസ്സേജ് കൊടുക്കുന്നു, സെമിക്കോളൻ ഇടുന്നു. ഈ ഒരു മെസ്സേജ് കാണുമ്പോഴാണ് യൂസർ എന്ത് ചെയ്യേണ്ടത്? സ്ട്രിങ് എൻ്റർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ റീഡ് ചെയ്യുന്ന സ്ട്രിങ്ങിനെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഗെറ്റ്സ് ഫംഗ്ഷൻ വെച്ചിട്ട് എന്ത് ചെയ്യാം? സ്ട്രിങ്ങിനെ റീഡ് ചെയ്യാം. ഇനി ഈ ഒരു സ്ട്രിങ് റീഡ് ചെയ്ത ശേഷം നമുക്ക് രണ്ടാമത്തെ ക്യാരക്ടർ അറേൻ്റെ അകത്ത് മറ്റൊരു സ്ട്രിങ്ങിനെ റീഡ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പം ഞാൻ ഇതിന് ശേഷം വീണ്ടും ഒരു printf വെക്കുകയാണ്. യൂസറോട് പറയുകയാണ് രണ്ടാമത്തെ സ്ട്രിങ് എൻ്റർ ചെയ്യൂ എന്നുള്ളൊരു മെസ്സേജ് കൊടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ എൻ്റർ ദി സെക്കൻഡ് സ്ട്രിങ് എന്നുള്ള മെസ്സേജ് കൊടുക്കുന്നു, സെമിക്കോളൻ ഇടും. ഇനി അതിൻ്റെ കൂടെ അതിൻ്റെ ഫ്രണ്ടിലൊരു /n ക്യാരക്ടർ കൂടെ ചേർക്കുകയാണ്. ഇതിൻ്റെ എൻഡിലൊരു /n ക്യാരക്ടർ ചേർക്കുകയാണ്. ഇവിടെ ഒരു കോളൻ ചുമ്മാ കൊടുക്കുകയാണ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പം ഈ രണ്ടാമത്തെ printfൻ്റെ താഴെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ ഒരു എൻ്റർ ദി സെക്കൻഡ് സ്ട്രിങ്ങിലെ മെസ്സേജ് കാണുമ്പോഴാണ് യൂസർ എന്ത് ചെയ്യുക? രണ്ടാമത്തെ സ്ട്രിങ് എൻ്റർ ചെയ്യാൻ ശ്രമിക്കുക. സോ രണ്ടാമത്തെ സ്ട്രിങ്ങിനെ റീഡ് ചെയ്തെടുക്കേണ്ട കോഡ് ഈ printfൻ്റെ താഴെയാണ് നമ്മൾ വെക്കേണ്ടത്. അവിടെ ഞാൻ ഗെറ്റ്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു. ബ്രാക്കറ്റിൻ്റെ അകത്ത് B എന്ന് പറയുന്ന അറേൻ്റെ അകത്താണ് വെക്കേണ്ടത്. സോ B എന്ന് പറയുന്ന അറേൻ്റെ പേര് കൊടുത്തു. ഇനി ഈ printf, gets ഇങ്ങനെയുള്ള ഫംഗ്ഷനുകളുടെ ഡെഫിനിഷനുള്ള ഹെഡർ ഫയൽ നമുക്കറിയാം, അത് stdio.h ആണ്.
ആ ഹെഡർ ഫയലിനെ കൂടെ നമ്മൾ പ്രോഗ്രാമിൻ്റെ ഭാഗമാക്കി മാറ്റേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഹാഷ് ഇൻക്ലൂഡ് എന്ന് പറഞ്ഞ പ്രീ പ്രോസസർ ഡയറക്റ്റീവ് ഉപയോഗിച്ചുകൊണ്ട് ആംഗിൾ ബ്രാക്കറ്റിൻ്റെ അകത്ത് stdio.h എന്ന് പറയുന്ന ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്യണം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് സ്ട്രിങ്ങിന് എന്ത് ചെയ്യാം, റീഡ് ചെയ്ത് വെക്കാം. ഓക്കെ, ഇത്രയും കാര്യം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നതോടെ നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ കൂടെ കോഡ് ചെയ്ത് വെക്കാം. ഞാനതൊന്ന് കമ്പൈൽ ചെയ്യാണ്. പ്രൊജക്റ്റിൽ പോകുന്നു, കമ്പൈൽ ചെയ്യുന്നു, എറേഴ്സ് ഒന്നും തന്നെ ഇല്ല. ദെൻ ഞാൻ ഡീബഗിൽ പോയിട്ട് റൺ ചെയ്യാണ്. ഇപ്പോൾ എൻ്റർ ദി ഫസ്റ്റ് സ്ട്രിങ് എന്ന് പറഞ്ഞുള്ള മെസ്സേജ് വന്നിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് സ്ട്രിങ് ABC എന്ന് കൊടുത്തിട്ട് എൻ്റർ അടിക്കുകയാണ്. ഇപ്പോൾ എൻ്റർ ദി സെക്കൻഡ് സ്ട്രിങ് എന്നുള്ള മെസ്സേജ് വന്നിട്ടുണ്ട്. ഞാൻ DEF എന്ന് കൊടുത്ത് എൻ്റർ അടിക്കുകയാണ്. ഇപ്പോൾ രണ്ട് സ്ട്രിങ്ങും ഇവിടെ പ്രോപ്പറായിട്ട് റീഡ് ആവുന്നുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഈ റീഡ് ചെയ്ത സ്ട്രിങ്ങിൻ്റെ മുകളിൽ ഈ രണ്ട് സ്ട്രിങ്ങിൻ്റെ മുകളിൽ നമുക്ക് ചില ഓപ്പറേഷൻസ് നടത്താനുണ്ട്. നമുക്ക് ചിലപ്പോൾ സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത് കാണേണ്ട വരാം. ഒന്നാമത്തെ അരേൻ്റെ അകത്തുള്ള സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത് എന്താണ്, രണ്ടാമത്തെ അരേൻ്റെ അകത്തുള്ള സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത് എന്താണ്, ദെൻ നമുക്ക് ചിലപ്പോൾ രണ്ട് സ്ട്രിങ്ങിനെ കോൺകാർഡിനേറ്റ് ചെയ്യേണ്ട ആവശ്യം വരാം. അപ്പോൾ അതൊക്കെ നമുക്ക് ജസ്റ്റ് ചെയ്ത് നോക്കാം. സ്ട്രിങ് ഓപ്പറേഷൻസ് നമ്മൾ കുറേ സ്ട്രിങ് ഓപ്പറേഷൻസ് പഠിച്ചിട്ടുണ്ട്. അതിൽ 2-3 നമുക്ക് എന്ത് ചെയ്യും, ഈ സ്വിച്ച് വെച്ചിട്ട് ഒന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം ഇതിൻ്റെ താഴെ നമുക്ക് വേണ്ടത്, ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു സ്വിച്ച് വെച്ചിട്ടാണ് ഏത് ഓപ്പറേഷൻ നടക്കണമെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടത്. അതായത് സ്വിച്ചിന് ഒരു പെർട്ടിക്കുലർ വാല്യൂ കിട്ടുമ്പോൾ, സ്വിച്ചിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്വിച്ചിന് ഇപ്പോൾ 1 എന്ന് പറയുന്ന വാല്യൂ കിട്ടുകയാണെങ്കിൽ ഇന്നേ ഓപ്പറേഷൻ നടക്കണം. സ്വിച്ചിന് കിട്ടുന്ന 2 എന്ന് പറയുന്ന വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ ഇന്നേ ഓപ്പറേഷൻ നടക്കണം. ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസൈൻ ചെയ്ത് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് ബേസിക്കലി എന്ത് വേണം, സ്വിച്ചിൻ്റെ അകത്തേക്ക് ഒരു വാല്യൂ യൂസറെ കയ്യിൽ നിന്ന് റീഡ് ചെയ്യണം, അല്ലേ? അപ്പോൾ യൂസർ ഒരു ചോയ്സ്, അടുത്തതായിട്ട് യൂസറോട് നമ്മളൊരു പ്രിൻ്റ് ഓഫ് കൊടുത്തിട്ട് യൂസറോട് പറയണം, എന്ത് യൂസറായി നിങ്ങൾക്ക് എന്ത് ഓപ്പറേഷനാണ് സ്ട്രിങ്ങിൻ്റെ മുകളിൽ നടത്തേണ്ടത് എന്നുള്ളൊരു കാര്യം അങ്ങോട്ട് കാണിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പ്രിൻ്റ് ഓഫ് എഗെയിൻ വീണ്ടും ഒരു പ്രിൻ്റ് ഓഫ് ഉപയോഗിക്കുകയാണ്. അതിൻ്റെ അകത്ത് ഞാനൊരു /n ക്യാരക്ടർ ന്യൂ ലൈൻ പ്രിൻ്റ് ചെയ്യുന്നു. എന്നിട്ട് അവിടെ കൊടുക്കുകയാണ് 1 എന്ന് നമ്പർ ആണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓപ്പറേഷൻ നടക്കേണ്ടത് 1 ആണെങ്കിൽ എന്താണ്, സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത് കാണുന്നത് വെച്ചാൽ ലെങ്ത് ഓഫ് ഫസ്റ്റ് സ്ട്രിങ്. അതായത് ഫസ്റ്റ് സ്ട്രിങ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ A എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ അകത്തുള്ള സ്ട്രിങ്. അപ്പം ഇനി യൂസർ 1 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഒന്നാമത്തെ സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത് കാണണം. ഇനി യൂസർ കൊടുക്കുന്നത് 2 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, റീഡ് ചെയ്യാൻ നമുക്ക് കിട്ടേണ്ടത് രണ്ടാമത്തെ സ്ട്രിങ്ങിൻ്റെ ലെങ്ത്താണ്. ആ രീതിയിലാണ് ഞാൻ കോഡ് ചെയ്ത് പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം സപ്പോസ് 1 അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് നടക്കണം എന്ന് വെച്ചോ, ഈ ഫസ്റ്റ് സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത് കാണണമെന്ന് വെച്ചോ. ഓക്കെ, അപ്പം യൂസർ 1 അടിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത് കാണണം. അപ്പോൾ ഈ പ്രിൻ്റ് എഫിൻ്റെ താഴെ യൂസർ കൊടുക്കുന്ന ചോയ്സ്, യൂസർ എൻ്റർ ചെയ്യുന്ന ചോയ്സ് നമുക്ക് റീഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ യൂസർ എന്താണോ കീബോർഡ് വഴി എൻ്റർ ചെയ്യുന്നത് അത് റീഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ താഴെ ഒരു സ്കാനഫ് വെച്ചു. യൂസർ സ്വഭാവമായിട്ടും ന്യൂമറിക്കൽ ഇൻറ്റിജർ വാല്യൂസാണ് എൻ്റർ ചെയ്യുന്നുണ്ടാവുക. കാരണം യൂസറിൻ്റെ ചോയ്സ് 1, 2, 3, 4 ഇങ്ങനെയുള്ള നമ്പേഴ്സാണ് യൂസർ നമ്മൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ അതുകൊണ്ട് അതിൻ്റെ ഫോർമാറ്റ് സ്പെസിഫയർ %d ആയിരിക്കും. ഞാൻ കോമ ഇടുന്നു, ആംബേഴ്സ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ വെക്കുന്നു. ഞാൻ യൂസർ എൻ്റർ ചെയ്യുന്ന ചോയ്സ് CH എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്യാണ്. അപ്പം CH ഒരു ഇൻറ്റിജർ വേരിയബിൾ ആയിരിക്കണം. അപ്പോൾ ഞാൻ മുകളിൽ വന്നിട്ട് ഇൻറ്റ് CH എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിളിനെ അവിടെ ഡിക്ലെയർ ചെയ്യാണ്. അപ്പോൾ CHൻ്റെ അകത്ത് എന്തുണ്ടാവും, യൂസർ എൻ്റർ ചെയ്യുന്ന ചോയ്സ് ഉണ്ടാവും. യൂസർ 1 ആണ് എൻ്റർ ചെയ്തതെങ്കിൽ കണ്ടോ അവിടെ 1 എൻ്റർ ചെയ്യുന്നതിൻ്റെ മീനിങ് എന്താ, 1 ആണ് യൂസർ കൊടുക്കുന്നതെങ്കിൽ എന്ത് നടക്കണം, ഫസ്റ്റ് സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത് ആണ് കാണേണ്ടത്, അല്ലേ? യൂസർ 1 എൻ്റർ ചെയ്താൽ CHനായിരിക്കും 1 കിട്ടുന്നുണ്ടാവുക. അപ്പോൾ CHന് 1 കിട്ടിക്കഴിഞ്ഞാൽ ഏത് ഓപ്പറേഷൻ നടക്കണം, സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത് കാണേണ്ട ഓപ്പറേഷൻ നടക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡിമാൻഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനിൽ ഡിമാൻഡ് ചെയ്തിട്ടുള്ള സ്വിച്ചിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ എഴുതാണ്. സ്വിച്ച് എഴുതുന്നു, ബ്രേസ് ഓപ്പൺ ചെയ്യുന്നു, ബ്രേസ് ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, ഇതിൻ്റെ അകത്ത് വേണം നമ്മൾ സ്വിച്ചിൻ്റെ കേസസ് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്വിച്ചിന് പാസ് ചെയ്യേണ്ടത് എന്താ, നമ്മൾ സ്വിച്ചിന് കിട്ടേണ്ട വാല്യൂ എന്താ, CHന് യൂസർ എന്താണോ സപ്ലൈ ചെയ്യേണ്ടത് ആ വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. സോ സ്വിച്ചിൻ്റെ ബ്രാക്കറ്റിൻ്റെ അകത്ത് ഞാൻ എന്ത് കൊടുത്തു, CH എന്ന് പറഞ്ഞ വേരിയബിളിൻ്റെ പേര് കൊടുത്തു. അപ്പോൾ സ്കാനഫ് വഴി ഈ CH എന്ന് പറഞ്ഞ വേരിയബിളിന് എന്ത് വാല്യൂ ആണ് കിട്ടുന്നത്, ആ സെയിം വാല്യൂ ആണ് ഇവിടെയും കിട്ടുന്നുണ്ടാവുക. കാരണം CH എന്ന് പറഞ്ഞ വേരിയബിളിൻ്റെ പേരാണ് ഇവിടെ തന്നെയും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ സ്വിച്ചിന് കിട്ടുന്ന വാല്യൂ 1 ആണെങ്കിൽ എന്ത് സംഭവിക്കണമെന്ന് ഡിഫൈൻ ചെയ്യാൻ പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കേസ് എന്ന് പറഞ്ഞ കീവേഡ് ഉപയോഗിച്ചിട്ട് കേസ് വാല്യൂ ആയി 1 കൊടുത്തു, അല്ലേ? സ്വിച്ചിന് കിട്ടുന്നത് 1 ആണെങ്കിൽ എന്ത് സംഭവിക്കുന്ന കാര്യം ഞാൻ ഇവിടെയാണ് എഴുതേണ്ടത്. അപ്പോൾ സ്വിച്ചിന് കിട്ടുന്നത് 1 ആണെങ്കിൽ എന്താ സംഭവിക്കേണ്ടത്, ഫസ്റ്റ് സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത് കാണണം എന്നാണ് അതിൻ്റെ മീനിങ്, അല്ലേ? യൂസർ 1 എന്നുള്ള ചോയ്സാണ് എൻ്റർ ചെയ്യുക. അപ്പം
കേസ് 1 എന്ന് കൊടുക്കുകയാണ്. കേസ് 1 എന്ന് എഴുതിയിട്ട് അതിൻ്റെ അകത്ത് ഞങ്ങൾക്ക് സ്ട്രിങ്ങിൻ്റെ ലെങ്ത് കാണണം അല്ലേ. കേസ് 1 മാച്ച് ആകുകയാണെങ്കിൽ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് ആണ് കാണേണ്ടത്. സ്ട്രിങ്ങിൻ്റെ ലെങ്ത് കാണാനുള്ള ഫംഗ്ഷൻ നമുക്കറിയാം strle എന്ന് പറയുന്ന ഫംഗ്ഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ. സ്ട്രിങ്ങിൻ്റെ ലെങ്ത് കാണാൻ വേണ്ടിയിട്ട് strle എന്ന് പറയുന്ന ഫംഗ്ഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ദെൻ ഏത് സ്ട്രിങ്ങിൻ്റെ ലെങ്ത് ആണ് കാണേണ്ടത് എന്ന് നമ്മളെങ്ങനെ ഡിസൈഡ് ചെയ്യുക? strleൻ്റെ ബ്രാക്കറ്റിൽ ഏത് ക്യാരക്ടർ അതിനകത്ത് സ്റ്റോറായി കിടക്കുന്ന സ്ട്രിങ്ങിൻ്റെ ലെങ്ത് ആണ് കാണേണ്ടതെന്ന് പറയുന്നത്. അതായത് ഈ ബ്രാക്കറ്റിൻ്റെ അകത്ത് സിമ്പിൾ ഇപ്പോൾ അരേൻ്റെ പേരാണ് അല്ലേ. അപ്പം സ്ട്രിങ്ങിൻ്റെ ലെങ്ത് ഏത് നമുക്ക് ലെങ്ത് ഓഫ് ദി ഫസ്റ്റ് സ്ട്രിങ് അല്ലേ കാണണ്ടേ. നമ്മൾ ഫസ്റ്റ് സ്ട്രിങ് എവിടെയാണ് സ്റ്റോർ ചെയ്തത്? എ എന്ന് പറയുന്ന ക്യാരക്ടർ അരേൻ്റെ അകത്തായിരിക്കില്ലേ. അപ്പോൾ strlen എന്താ കൊടുക്കേണ്ടത്? ഇവിടെ എ എന്നാ കൊടുക്കണ്ടേ. അപ്പോൾ എൻ്റെ ലെങ്ത് നമുക്ക് കിട്ടും. ഇനി എൻ്റെ ലെങ്ത് നമുക്കൊരു വേരിയബിളിൽ സ്റ്റോർ ചെയ്യണമെന്ന് വെച്ചോ. അപ്പോൾ le എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അകത്ത് ലെങ്ത് സ്റ്റോർ ചെയ്യണമെന്ന് വെച്ചോ. അപ്പോൾ ഞാൻ ഇവിടെ എന്ത് കൊടുത്തു? len strlen of a. അപ്പോൾ ലിൻ്റെ അകത്ത് എന്ത് കിട്ടും? എ എന്ന് പറയുന്ന ക്യാരക്ടർ അതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്ത യൂസർ എൻട്രിയുമ്പോൾ സ്റ്റോർ ആയിട്ടുള്ള ലെങ്ത് സ്ട്രിങ്ങിൻ്റെ ലെങ്ത് കിട്ടും അല്ലേ. അപ്പോൾ ഈ ലെങ്ത് സ്വാഭാവികമായിട്ട് ഒരു ഇൻഡിജർ വാല്യൂ ആണ്. സോ le എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ്, le എന്ന് പറയുന്ന ഈ ഒരു ഐഡൻറ്റിഫയറിൻ്റെ ഡാറ്റ ടൈപ്പ് എന്ന് പറയുക, അല്ലെങ്കിൽ അത് ഡാറ്റ ടൈപ്പ് എന്തായിരിക്കണം? ഇൻഡിജർ ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ch, len എന്ന് പറയുന്ന ഒരു പുതിയൊരു ഇൻഡിജർ വാരിയബിൾ കൂടെ ഡിക്ലെയർ ചെയ്യാണ്. അപ്പോൾ ഇവിടെ strle എന്ന് പറയുന്ന ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് ഒരു ഇൻഡിജർ ഡാറ്റ ടൈപ്പ് ആയിരിക്കും. നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്. ആ ഇൻഡിജർ വാല്യൂവിനെ സ്റ്റോർ ചെയ്യുന്നു. എങ്ങോട്ടേക്ക് സ്റ്റോർ ചെയ്യുന്നു? le എന്ന് പറയുന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യും. ഓക്കെ. ഇനി ഈ സ്റ്റോർ ചെയ്ത റിസൾട്ട് നമുക്ക് എന്ത് ചെയ്യണം? പ്രിൻറ്റ് ചെയ്യണം അല്ലേ. ഇതിൻ്റെ അകത്തൊരു വാല്യൂ ഉണ്ട് അല്ലേ. അപ്പോൾ അത് നമുക്ക് പ്രിൻറ്റ് ചെയ്യാൻ പോവാണ് അടുത്തതായിട്ട്. അപ്പോൾ ഞാൻ printf വെച്ചിട്ട് എന്ത് കൊടുക്കുകയാണ്? ബ്രാക്കറ്റിൻ്റെ അകത്ത് ഇവിടെ മെസ്സേജ് കൊടുക്കുകയാണ്. ദി ലെങ്ത് ഓഫ് ഫസ്റ്റ് സ്ട്രിങ്, ഒന്നാമത്തെ സ്ട്രിങ്ങിൻ്റെ നീളം എന്ന് പറയുന്നത് എത്രയാണെന്ന് പ്രിൻറ്റ് ചെയ്യാൻ പോവാണ്. അപ്പം ലെങ്ത് ഓഫ് ദി ഫസ്റ്റ് സ്ട്രിങ് എന്നുള്ള മെസ്സേജ് കൊടുക്കുന്നു. അതിനുശേഷം കോളൻ്റെ അപ്പുറമാണ് എനിക്ക് സ്ട്രിങ് പ്രിൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെയാണ് എനിക്ക് വാല്യൂ പ്രിൻറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇവിടെ വേണം ഞാൻ ഫോർമാറ്റ് സ്പെസിഫയർ വെക്കാൻ. ദെൻ ഡബിൾ കോട്ട് ക്ലോസ് ശേഷം കോമ ഇട്ടിട്ട് ഏത് വാരിയബിളിലെ വാല്യൂ ആണ് ഈ %d സ്ഥാനത്ത് പ്രിൻ്റ് ആവേണ്ടതെന്ന് പറയാണ്. ഏത് വേരിയബിളിൻ്റെ അകത്താണ് ലെങ്ത് ഉണ്ടാവുക? le എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അകത്തല്ലേ നമ്മൾ ലെങ്ത് എടുത്ത് വെച്ചേ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എന്ത് കൊടുക്കുക? നമുക്ക് ഈ ഒരു സ്ഥലത്ത് നമുക്ക് len എന്ന് കൊടുക്കാം. ദെൻ സെമിക്കോളൻ. ദെൻ വേണ്ടത് നമുക്ക് ബ്രേക്ക് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പം ജസ്റ്റ് കേസ് 1 മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. അത് നമുക്ക് ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം, എന്താണ് അവസ്ഥ നോക്കാം, വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം. ഞാൻ പ്രൊജക്റ്റിൽ പോയിട്ട് കമ്പൈൽ ചെയ്യാണ്. എറേഴ്സ് ഉണ്ട്, ഒരു എറർ ഉണ്ട്. എന്താണ്? കോൾ ടു അൺഡിഫൈൻഡ് ഫംഗ്ഷൻ strlen. കാരണം എന്താ? strle എന്ന് പറയുന്നത് ഒരു സ്ട്രിങ് ഹാൻഡ്ലിംഗ് ഫംഗ്ഷൻ ആണ്. strle എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒരു പ്രീ ഡിഫൈൻഡ് സ്ട്രിങ് ഹാൻഡ്ലിംഗ് ഫംഗ്ഷൻ ആയതുകൊണ്ട് strle എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഡെഫിനിഷനുള്ള ഹെഡർ ഫയൽ ഏതാണെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ സ്ട്രിങ് ഹാൻഡ്ലിംഗ് ഫംഗ്ഷനായിട്ട് strlen, strrev, strext, strcmp ഇങ്ങനെയുള്ള ഒരുപാട് ഫംഗ്ഷൻസ് പഠിച്ചിട്ടുണ്ട്. ഇത്തരം സ്ട്രിങ് ഹാൻഡ്ലിംഗ് ഫംഗ്ഷൻസ് നമ്മൾ പ്രോഗ്രാമിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ട് ഒരു ഹെഡർ ഫയൽ നമ്മൾ പ്രോഗ്രാമിൻ്റെ ഭാഗമാക്കേണ്ടത്. ആ ഹെഡർ ഫയലിൻ്റെ പേര് എന്ന് പറയുന്നത് string.h എന്നാണ്. അപ്പം ആ ഒരു ഹെഡർ ഫയലിൻ്റെ കൂടെ ഞാൻ എന്ത് ചെയ്യാണ്? എൻ്റെ പ്രോഗ്രാമിൻ്റെ ഭാഗമാക്കുന്നതാണ്. അപ്പോൾ ഞാൻ include എന്ന് പറയുന്ന പ്രീപ്രൊസർ ഡയറക്റ്റ് ഉപയോഗിച്ച് ആംഗിൾ ബ്രാക്കറ്റിൻ്റെ അകത്ത് string.h എന്ന് പറയുന്ന ഹെഡർ ഫയലിനെ ഇൻക്ലൂഡ് ചെയ്യാണ്. ദെൻ ഒന്നുകൂടെ പ്രൊജക്റ്റിൽ പോയിട്ട് കമ്പൈൽ ചെയ്യുന്നു. നമ്മൾ എറർ അവിടെ നിന്ന് പോയിട്ടുണ്ട് അല്ലേ. ദെൻ ഡീബഗിൽ പോയിട്ട് റൺ ചെയ്യണം. ഇപ്പോൾ എൻ്റർ ദി ഫസ്റ്റ് സ്ട്രിങ് എന്നുള്ള മെസ്സേജ് വന്നിട്ടുണ്ട്. ഫസ്റ്റ് സ്ട്രിങ് ഞാൻ ABC എന്ന് കൊടുക്കുകയാണ്. സെക്കൻഡ് സ്ട്രിങ് ഞാൻ C പ്രോഗ്രാം എന്ന് കൊടുക്കുകയാണ്. ദെൻ എൻ്റർ അടിക്കുന്നു. അപ്പോൾ ഇവിടെ 1 എൻട്രി ചെയ്യുന്നതെങ്കിൽ ലെങ്ത് കാണണം എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. 1 ദെൻ ലെങ്ത് ഓഫ് ദി ഫസ്റ്റ് സ്ട്രിങ്, 1 ലെങ്ത് ഓഫ് ദി ഫസ്റ്റ് സ്ട്രിങ്. അതായത് 1 നിങ്ങൾ എൻ്റർ ചെയ്യുന്നതെങ്കിൽ എന്താണ് സ്ട്രിങ്ങിൻ്റെ ലെങ്ത് കിട്ടും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ ഒരു ഭംഗിയില്ല. ഒന്നുകൂടെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണം? ഒന്നുകൂടെ ഈ പ്രിൻ്റ്എഫിൻ്റെ മുകളിൽ ഒന്നുകൂടെ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആകാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രിൻ്റ്എഫിൻ്റെ മുകളിൽ മറ്റൊരു പ്രിൻ്റ്എഫ് വെക്കുകയാണ്. അവിടെ എന്ത് കൊടുക്കുകയാണ്? ഒരു മെസ്സേജ് കൂടെ എക്സ്ട്രാ ചേർക്കുകയാണ്. എൻ്റർ യുവർ ചോയ്സ് എന്നുള്ളൊരു മെസ്സേജ് കൊടുക്കുകയാണ്. ദെൻ എന്ത് ചെയ്യാണ്? ഞാൻ പ്രൊജക്റ്റിൽ പോയിട്ട് കമ്പൈൽ ചെയ്യുന്നു. എറേഴ്സ് ഒന്നും തന്നെ ഇല്ല. ഓക്കെ കൊടുക്കുന്നു.
ഡീബഗിൽ പോയിട്ട് റൺ ചെയ്യാം. എൻ്റർ ദി ഫസ്റ്റ് സ്ട്രിങ് എന്നുള്ള മെസ്സേജ് വന്നിട്ടുണ്ട്. ഞാൻ സ്ട്രിങ്ങിൻ്റെ പേര് ABC എന്ന് കൊടുക്കുകയാണ്. ദെൻ എൻ്റർ അടിച്ചപ്പോൾ സെക്കൻഡ് സ്ട്രിങ് എൻ്റർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ C പ്രോഗ്രാം എന്ന് കൊടുക്കുകയാണ്. ദെൻ എൻ്റർ ചെയ്യും. ഇപ്പോൾ കണ്ടോ, എൻ്റർ യുവർ ചോയ്സ് എന്നുള്ളൊരു മെസ്സേജ് വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ 1 എന്നുള്ള വാല്യൂ ആണ് നിങ്ങൾ അങ്ങോട്ടേക്ക് കൊടുക്കുന്നതെങ്കിൽ എന്ത് കിട്ടണം, നമുക്ക് സ്ട്രിങ്ങിൻ്റെ ലെങ്ത് കിട്ടില്ല. 1 ഡോട്ട് ലെങ്ത് ഓഫ് ദി സ്ട്രിങ്. അപ്പോൾ ഞാനിവിടെ കീബോർഡ് വഴി 1 ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ അടിച്ചാൽ എനിക്ക് എന്ത് കിട്ടും, സ്ട്രിങ്ങിൻ്റെ ലെങ്ത് കിട്ടും. നോക്കിക്കോളെ, ഇവിടെ വന്ന എന്താ 1 എന്ന് അടിച്ച് എൻ്റർ ചെയ്തപ്പോൾ ദ ലെങ്ത് ഓഫ് ദി ഫസ്റ്റ് സ്ട്രിങ് എന്ന് പറഞ്ഞിട്ട് എന്താ പ്രിൻ്റ് ആയേ, 3. ഫസ്റ്റ് സ്ട്രിങ് നമ്മൾ എന്താ കൊടുത്തത്, ABC എന്നാണ് കൊടുത്തത്. ABCൻ്റെ ലെങ്ത് 3 ആണ്. സ്ട്രിങ്ങിൻ്റെ ലെങ്ത് നമുക്ക് പ്രോപ്പറായിട്ട് അവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ലെങ്ത് ഓഫ് ദി ഫസ്റ്റ് സ്ട്രിങ് എന്നുള്ളൊരു മെസ്സേജിൻ്റെ കൂടെ എന്താണ് നമുക്ക് ഇവിടെ ഒരു കോളൻ കൂടെ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ, ഈ ഒരു സ്ഥാനത്ത്. ഇവിടെ നമുക്ക് ഇതിനെ നെക്സ്റ്റ് ലൈനിൽ കൊണ്ടുവന്നു. ഓക്കെ, ഇവിടെ ഒരു ഇവിടെ ഒരു സ്പേസ് കൂടെ ചേർത്താൽ ഒന്നുകൂടെ ഭംഗിയാവും, അല്ലെങ്കിൽ ഒരു ടാപ്പ് സ്പേസ് ഇട്ട് കഴിഞ്ഞാൽ ഒന്നുകൂടെ അത് ഭംഗിയാവും. ഓക്കെ, ഇനി യൂസർ അത് എൻ്റർ ചെയ്യുന്നത് നമുക്ക് സ്ട്രിങ്ങിൻ്റെ ലെങ്ത് ചിലപ്പോൾ ഫസ്റ്റ് സ്ട്രിങ്ങിൻ്റെ എല്ലാം കാണാണ്ട് വരും, ചിലപ്പോൾ രണ്ടാമത്തെ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് കാണാണ്ട് വരും അല്ലേ. അപ്പം ഞാൻ കൊടുക്കുകയാണ് ഇവിടെ ഒരു /n വെച്ചിട്ട് എന്ത് കൊടുക്കുകയാണ്, 2 ആണ് യൂസർ എൻ്റർ ചെയ്തതെങ്കിൽ, 2 ആണെങ്കിൽ എന്താ കാണണ്ടേ, രണ്ടാമത്തെ സ്ട്രിങ്ങിൻ്റെ ലെങ്ത്താണ് കാണണ്ടേ. അപ്പോൾ ലെങ്ത് ഓഫ് സെക്കൻഡ് സ്ട്രിങ് എന്ന് കൊടുക്കണം. അപ്പം CHന് കിട്ടുന്നത് 2 ആണെങ്കിൽ അല്ലേ, ഈ ഒരു മെസ്സേജ് കാണുമ്പോഴാണ് യൂസർ എന്ത് ചെയ്യുക, 2 എന്ന് എൻ്റർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ CHന് 2 കിട്ടും. CHന് 2 കിട്ടിയാൽ സ്വിച്ചിന് 2 കിട്ടും. സ്വിച്ചിന് 2 കിട്ടിക്കഴിഞ്ഞാൽ കേസ് 2 ആയിട്ടാണ് ഇത് മാച്ച് ആവേണ്ടത് അല്ലേ. കേസ് 2 എന്ന് പറയുന്ന സാധനം ഡിഫൈൻ ആയിട്ടുണ്ടെങ്കിൽ കേസ് 2 ആയിട്ട് അത് മാച്ച് ആവും. അപ്പോൾ കേസ് 2ൻ്റെ അകത്ത് നമ്മൾ എഴുതേണ്ട കോഡ് എന്താ, രണ്ടാമത്തെ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് കാണേണ്ട കോഡാണ് അല്ലേ. അപ്പോൾ അവിടെ ഞാൻ എഴുതുകയാണ്, അവിടെ വീണ്ടും ഞാൻ strle എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു. ബ്രാക്കറ്റിൻ്റെ അകത്ത് രണ്ടാമത്തെ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് കാണാൻ പോവാണ്. ഇപ്പം ബ്രാക്കറ്റിൻ്റെ അകത്ത് പാസ് ചെയ്യേണ്ട എന്താ, രണ്ടാമത്തെ സ്ട്രിങ് സ്റ്റോർ ചെയ്തിരിക്കുന്ന അരേൻ്റെ പേരാണ്. രണ്ടാമത്തെ സ്ട്രിങ് സ്റ്റോർ ചെയ്ത അരേൻ്റെ പേരെന്താ, നമ്മൾ രണ്ടാമത്തെ സ്ട്രിങ് എവിടെയാണ് സ്റ്റോർ ചെയ്തത്, രണ്ടാമത്തെ സ്ട്രിങ് സ്റ്റോർ ചെയ്ത് കണ്ടോ, ഗെറ്റ്സ് ഫംഗ്ഷൻ വെച്ചിട്ട് B എന്ന് പറയുന്ന അരേൻ്റെ അകത്ത് സ്റ്റോർ ചെയ്തത്. സോ നമ്മൾ ലെങ്ത് കാണേണ്ടത് B-ൻ്റെതായിരിക്കും. സോ നമ്മുടെ ബ്രാക്കറ്റിൻ്റെ അകത്ത് എന്ത് കൊടുത്തു, strlen of B എന്ന് കൊടുത്തു. ഓക്കെ, ഇനി ഇവിടെ ഞാൻ ബ്രേക്ക് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. കേസ് 1ൻ്റെ അകത്ത് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. ബ്രേക്ക് കൊടുത്തില്ല എന്ത് സംഭവിക്കുന്ന അറിയാം, എന്താണ്, ബ്രേക്ക് ഇല്ലെങ്കിൽ കേസ് 2 കൂടെ എക്സിക്യൂട്ട് ആവും. അപ്പോൾ ഒരു കേസ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രേക്ക് കൊടുത്തിട്ടുള്ളത്. നമ്മൾ സ്വിച്ചിൻ്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണത്. അപ്പം ഇവിടെ എന്ത് ചെയ്തു, strlen of B രണ്ടാമത്തെ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് കണ്ടു. ദെൻ ലെങ്ത് ഞാൻ സെയിം വേരിയബിൾ LE എന്ന് പറയുന്ന വേരിയബിൾ തന്നെ എടുത്ത് വെക്കുകയാണ്. പുതിയ വേരിയബിൾ ഒന്നും ഉണ്ടാക്കുന്നില്ല, കാരണം ഈ 2 കേസ് എന്തായാലും ഒരുമിച്ച് എക്സിക്യൂട്ട് ചെയ്യില്ല. ഒന്നുകിൽ കേസ് 1 അല്ലെങ്കിൽ കേസ് 2 അല്ലേ. അപ്പം എന്തായാലും ഒന്നുകിൽ ഈ ലൈന് വർക്ക് ചെയ്യും അല്ലെങ്കിൽ ഈ ലൈന് വർക്ക് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് പുതിയ വേരിയബിളൊന്നും ഞാൻ എടുത്ത് വെക്കുന്നില്ല. LE എന്ന് പറയുന്ന സെയിം വേരിയബിൾ തന്നെ ലെങ്ത് എടുത്ത് വെക്കുകയാണ്. അതിൻ്റെ താഴെ എന്ത് ചെയ്യാണ്, ഒരു printf വെച്ചിട്ട് എന്ത് കൊടുക്കുകയാണ്, ഇവിടെ കൊടുക്കുകയാണ് മെസ്സേജ് ദി ലെങ്ത് ഓഫ് സെക്കൻഡ് സ്ട്രിങ് എന്ന് പറഞ്ഞിട്ട് കോളൻ ഇട്ടിട്ട് ആ കോളൻ്റെ പ്ലേസിൽ വേണം എന്ത് ചെയ്യാൻ, സ്ട്രിങ്ങിൻ്റെ ലെങ്ത് വരാൻ. ഞാൻ കോമ ഇട്ടിട്ട് നമ്മളെ വേരിയബിളിൻ്റെ പേര് ലെങ്ത് സ്റ്റോർ ആയ വേരിയബിളിൻ്റെ പേരായ LD എന്ന് കൊടുക്കുന്നു. ദെൻ എന്ത് ചെയ്യാണ്, പ്രൊജക്റ്റിൽ പോയിട്ടൊന്നുകൂടെ കമ്പൈൽ ചെയ്യുന്നു. എറേഴ്സ് ഒന്നും തന്നെ ഇല്ല. ഓക്കെ കൊടുക്കുകയാണ്. ഡീബഗിൽ വന്നിട്ട് റൺ ചെയ്യാണ്. എൻ്റർ ദി ഫസ്റ്റ് സ്ട്രിങ് എന്നുള്ള മെസ്സേജ് വന്നിട്ടുണ്ട്. ഞാൻ ABC തന്നെ കൊടുക്കുന്നു. സെക്കൻഡ് സ്ട്രിങ് C പ്രോഗ്രാം എന്ന് കൊടുക്കുകയാണ്. എൻ്റർ അടിക്കുകയാണ്. അപ്പം 1 എന്ന് പറഞ്ഞ ചോയ്സാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് സ്ട്രിങ്ങിൻ്റെ ലെങ്ത് കാണും. അത് നമ്മൾ നേരത്തെ കണ്ടു. ഇനി നമ്മൾ 2 എന്ന് പറയുന്ന വാല്യൂ ആണ് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുന്നതെങ്കിൽ എന്താ സംഭവിക്കുക, നമ്മളെ സ്വിച്ചിന് എന്താ ഇവിടെ CH എന്ന് പറയുന്ന വേരിയബിളിന് എന്ത് കിട്ടും, CH എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂവിന് വേണ്ടി ഇപ്പോൾ നമ്മളെ ഈ ഒരു പ്രോംപ്റ്റ് വഴി വെയിറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ CHന് എന്ത് കിട്ടും, 2 എൻ്റർ ചെയ്താണെങ്കിൽ CHന് 2 കിട്ടും. CHന് 2 കിട്ടിയാൽ സ്വിച്ചിന് 2 കിട്ടും. സ്വിച്ചിന് 2 കിട്ടിക്കഴിഞ്ഞാൽ ഏതുമായിട്ട് മാച്ച് ആവും, കേസ് 2 ആയിട്ട് മാച്ച് ആവും. കേസ് 2 ആയിട്ട് മാച്ച് ആയി കഴിഞ്ഞാൽ ഈ കോഡാണ് വർക്ക് ചെയ്യുക.
അതായത് str_alien of എന്താ ബി എന്നാണ് വർക്ക് ചെയ്യുക. അപ്പോൾ രണ്ടാമത്തെ സ്ട്രിങ് ആണ് ബി എന്ന് പറയുന്ന അറേൻ്റെ അകത്ത് സ്റ്റോർ ആയിട്ടുള്ളത്. അപ്പോൾ രണ്ടാമത്തെ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് കാണും അല്ലേ. രണ്ടാമത്തെ സ്ട്രിങ് ആയിട്ട് നമ്മൾ എന്താ കൊടുത്തത് ഇവിടെ സി പ്രോഗ്രാം എന്നാണ് കൊടുത്തത്. അപ്പോൾ എത്ര ലെങ്ത് വരിക 1 2 3 4 5 6 7 8 ആണ് ലെങ്ത് വരേണ്ടത്. ഒരു ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് കൂടെ കൊടുക്കുകയാണ്. കമ്പൈൽ ചെയ്യുന്നു, ഓക്കെ കൊടുക്കുന്നു, ഡീബഗിൽ പോയിട്ട് റൺ ചെയ്യാണ്. ഫസ്റ്റ് സ്ട്രിങ് ABC എന്ന് കൊടുത്തു, സെക്കൻഡ് സ്ട്രിങ് സി പ്രോഗ്രാം എന്ന് കൊടുത്തു. സെക്കൻഡ് സ്ട്രിങ്ങിൻ്റെ ലെങ്ത് ആണ് കാണേണ്ടത്, 2 എന്ന് കൊടുക്കുന്നു, എൻ്റർ അടിക്കുന്നു. ദ ലെങ്ത് ഓഫ് ദി സെക്കൻഡ് സ്ട്രിങ് എന്ന് പറഞ്ഞിട്ട് 8 അവിടെ പ്രിൻ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് 2 സ്ട്രിങ്ങിൻ്റെ ലെങ്ത്തും ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ എൻ്റർ ദി ചോയ്സിന് മുന്നേ ഇവിടെ എന്ത് ചെയ്യാം, ഇൻപുട്ട് വെയിറ്റ് ചെയ്യുന്നത് സെയിം ലൈനിൽ നിന്നാണ് ഇൻപുട്ട് റീഡ് ചെയ്യുന്നത്. അതായത് എൻ്റർ ദി ചോയ്സിൻ്റെ കൂടെ തന്നെയാണ് നമ്മൾ ഇൻപുട്ട് റീഡ് ചെയ്യുന്നത് അല്ലേ. കാണുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്, ഔട്ട്പുട്ടിലൊരു വ്യത്യാസം ഉണ്ടാവില്ല. ഇവിടെ ഞാൻ ലാസ്റ്റ് എന്ത് ചെയ്യാണ്, ഇവിടെ ഒരു സ്ലാഷിൻ്റെ കൂടെ കൊടുക്കുകയാണ്, ഒരു സ്ലാഷിൻ്റെ കൂടെ കൊടുക്കുകയാണ്. എന്നാൽ റീഡ് ചെയ്യുന്ന അടുത്ത ലൈനായിരിക്കും, വേറൊന്നുമില്ല. ഈ സ്ട്രിങ് എന്നുള്ള മെസ്സേജിൻ്റെ അടുത്ത് തന്നെയാണ് നമ്പർ പോയി നമ്മൾ ടൈപ്പ് ചെയ്യുന്ന നമ്പർ പോയി നിൽക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഒരു സ്ലാഷിന് അവിടെ കൊടുക്കുന്നത്. ഔട്ട്പുട്ടിലൊരു വ്യത്യാസം ഉണ്ടാവില്ല കേട്ടോ, കാണുമ്പോഴൊരു ഭംഗിക്ക്. അപ്പോൾ നമുക്കിങ്ങനെ എന്ത് ചെയ്യാം, ഫസ്റ്റ് സ്ട്രിങ്ങിൻ്റെ 2 സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത് നമ്മൾ കണ്ടു. ഇനി നമുക്ക് എന്ത് കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രിങ്ങിൻ്റെ എന്ത് ചെയ്യണം, സ്ട്രിങ്ങിൻ്റെ റിവേഴ്സ് കാണണം എന്ന് വെച്ചു. അപ്പോൾ സ്ട്രിങ്ങിൻ്റെ റിവേഴ്സ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഏത് ഫംഗ്ഷൻ ഉണ്ട്, strRev എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ട്. അപ്പം ഞാൻ ഒരു കാര്യം ഇവിടെ യൂസറെ കയ്യിൽ നിന്ന് ആദ്യം നമുക്ക് ചോയ്സ് വാങ്ങിക്കണം അല്ലേ. ഓക്കെ, യൂസറിനോട് ചോദിക്കണം റിവേഴ്സ് കാണണോ എന്നുള്ളത് അല്ലേ. അപ്പോൾ റിവേഴ്സ് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ ഒരു യൂസറിനോട് ഈ ചോയ്സിൻ്റെ കൂടെ എന്ത് ചെയ്യാം, ആ ചോയ്സ് കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ഇവിടെ എന്ത് കൊടുക്കുകയാണ്, 3 ആണ് യൂസർ എൻ്റർ ചെയ്തെങ്കിൽ റിവേഴ്സ് ഓഫ് ഫസ്റ്റ് സ്ട്രിങ്. ദെൻ ഞാൻ വീണ്ടും ഒരു സ്ലാഷിന് കൊടുക്കുന്നു. യൂസർ 4 എന്നാണ് എൻ്റർ ചെയ്തെങ്കിൽ എന്ത് കാണണം, റിവേഴ്സ് ഓഫ് സെക്കൻഡ് സ്ട്രിങ്. ഇങ്ങനെ കണ്ടതെന്ന് വെച്ചു. അപ്പോൾ സ്വിച്ചിന് കിട്ടുന്നത് 3 ആണെങ്കിൽ ഫസ്റ്റ് സ്ട്രിങ്ങിൻ്റെ റിവേഴ്സും 4 ആണെങ്കിൽ സെക്കൻഡ് സ്ട്രിങ്ങിൻ്റെ റിവേഴ്സും അല്ലേ. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള കേസുകൾ എഴുതാം. കേസ് 4 എന്ന് എഴുതാണ്. കേസ് 4 മീൻസ് സ്വിച്ചിന് 4 ആണ് കിട്ടുന്നതെങ്കിൽ എന്ത് സംഭവിക്കണം എന്നാണ് കേസ് 4ൻ്റെ അകത്ത് നമ്മൾ എഴുതേണ്ടത് അല്ലേ. അപ്പോൾ കേസ് 4ൻ്റെ അകത്താണ് നമ്മൾ എന്താ സംഭവിക്കേണ്ടത്, ഫസ്റ്റ് സ്ട്രിങ്ങിൻ്റെ റിവേഴ്സാണ് കാണേണ്ടത്. ഫസ്റ്റ് സ്ട്രിങ്ങിൻ്റെ റിവേഴ്സ് കാണാൻ strRev എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ അകത്ത് ഞാൻ എന്ത് കൊടുക്കുകയാണ്, എ എന്ന് കൊടുക്കുകയാണ്. കാരണം ഫസ്റ്റ് സ്ട്രിങ് സ്റ്റോർ ആയിരിക്കുന്ന എ എന്ന് പറയുന്ന അരക്കകത്താണ്. ഓക്കെ, ഞാൻ ഇതിൻ്റെ താഴെ ഞാനൊരു ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നു, സെമിക്കോളൻ കൊടുക്കും. ഞാൻ പ്രോജക്റ്റിൽ പോയിട്ട് കമ്പൈൽ ചെയ്യാണ്, എറേഴ്സ് ഒന്നും തന്നെ ഇല്ല. ദെൻ ഡീബഗിൽ പോയിട്ട് റൺ ചെയ്യാണ്. ഫസ്റ്റ് സ്ട്രിങ് കൊടുക്കുന്നു, ABC എന്ന് കൊടുക്കുന്നു, സെക്കൻഡ് സ്ട്രിങ് CDF എന്ന് കൊടുക്കുന്നു, എൻ്റർ അടിക്കുന്നു. ഉണ്ടോ, ഇവിടെ ഇപ്പം 1 2 3 4 4 ചോയ്സ് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ 4 അടിച്ച് കഴിഞ്ഞാൽ, അപ്പോൾ 3 അടിച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, 4 അടിച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, 4 അടിച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സ്ട്രിങ്ങിൻ്റെ റിവേഴ്സ് നമുക്ക് 4 അടിക്കുമ്പോൾ കാണേണ്ടത് എന്താ, 3 അടിക്കുമ്പോൾ ആണ് ഫസ്റ്റ് സ്ട്രിങ്ങിൻ്റെ റിവേഴ്സ് കാണേണ്ടത് അല്ലേ. അപ്പോൾ നമ്മൾ കേസ് 3 എന്ന് പറഞ്ഞിട്ടാണ് എന്ത് കൊടുക്കേണ്ടത്, അവിടെ കൊടുക്കേണ്ടത്. കേസ് 4 അല്ല, കേസ് 3 എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കേണ്ടത്. 3 അടിക്കുമ്പോഴാണ് എന്ത് ചെയ്യേണ്ടത്, ഫസ്റ്റ് സ്ട്രിങ്ങിൻ്റെ റിവേഴ്സ് കാണേണ്ടത്. അപ്പോൾ കേസ് 3-ക്കകത്ത് strRev ആണ് കൊടുക്കേണ്ടത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, എ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ അകത്തുള്ള സ്ട്രിങ് റിവേഴ്സ് ആയിട്ട് ആ സെയിം അറേൻ്റെ അകത്ത് തന്നെ സ്റ്റോർ ആവും. ഇനി അത് റിവേഴ്സ് ആയിട്ടുണ്ടെന്ന് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മളതിനെ പ്രിൻറ്റ് ചെയ്ത് നോക്കണം.
അതുകൊണ്ട് ഞാൻ എന്ത് ഉപയോഗിക്കുകയാണ്, ആ അരേന ആ സ്ട്രിങ്ങിനെ പ്രിൻറ്റ് ചെയ്യാണ്. പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ പ്രിൻ്റ് ഓഫ് ഉപയോഗിച്ചിട്ട് ഫോർമാറ്റ് സ്പെസിഫയർ പെർസെൻറ്റേജ് എസ് വെച്ചിട്ട് പ്രിൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഏത് ഫംഗ്ഷൻ ഉപയോഗിക്കാം, പുട്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് പ്രിൻറ്റ് ചെയ്യാം. അല്ലെ, പുട്സ് ഓഫ് എ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള സ്ട്രിങ് ഡയറക്റ്റ് അങ്ങ് പ്രിൻ്റ് ആവും. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പ്രൊജക്റ്റിൽ പോയിട്ട് കമ്പൈൽ ചെയ്യുന്നു, ദെൻ ഓക്കെ കൊടുക്കുന്നു, ഡീബഗിൽ പോയിട്ട് റൺ ചെയ്യണം. എൻ്റെ ദി ഫസ്റ്റ് സ്ട്രിങ് എന്നുള്ള മെസ്സേജ് വന്നിട്ടുണ്ട്. ഞാൻ ABC എന്ന് കൊടുക്കുന്നു. സെക്കൻഡ് സ്ട്രിങ് എന്നുള്ള മെസ്സേജ് വന്നിട്ടുണ്ട്. ഞാൻ XYZ എന്ന് കൊടുക്കുന്നു, എൻ്റർ അടിക്കുന്നു. എനിക്ക് കാണേണ്ടത് ഫസ്റ്റ് സ്ട്രിങ്ങിൻ്റെ റിവേഴ്സാണ്. അപ്പോൾ ഞാൻ 3 എന്ന് പറഞ്ഞ ചോയ്സാണ് ഇവിടെ എൻ്റർ ചെയ്യുന്നത്. ദെൻ 3 എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ കൊടുക്കും. 3 എന്ന് കൊടുത്ത് എൻ്റർ കൊടുത്തപ്പോൾ എനിക്ക് ഔട്ട്പുട്ട് വന്നത് എന്താ, CB എന്ന്. കാരണം ഫസ്റ്റ് സ്ട്രിങ് ആയിട്ട് ഞാൻ കൊടുത്ത് ABC ആണ്. ABCൻ്റെ റിവേഴ്സായിട്ട് പ്രിൻ്റ് ആയി അല്ലേ. അപ്പോൾ പുട്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണ് അവിടെ എന്ത് ചെയ്തത്, ഞാൻ ആ റിവേഴ്സ് പ്രിൻ്റ് ചെയ്തിട്ടുള്ളത്. റിവേഴ്സ് പ്രിൻറ്റിൻ്റെ മുന്നേ വേണമെങ്കിൽ നമുക്കൊരു പ്രിൻ്റ് ഓഫ് വെച്ചിട്ട് ദ റിവേഴ്സ് ഓഫ് ദി ഫസ്റ്റ് സ്ട്രിങ് ഈസ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് എക്സ്ട്രാ കൊടുക്കാം, കാണാനൊരു ഭംഗിയിട്ട് വേണ്ടിയിട്ട്. അപ്പോൾ അതുകൂടെ അവിടെ ചേർക്കാണ്. ദ റിവേഴ്സ് ഓഫ് ദി ഫസ്റ്റ് സ്ട്രിങ് ഈസ് എന്നുള്ള മെസ്സേജ് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ കൂടെ എന്ത് പ്രിൻ്റ് ആവും, അതിൻ്റെ റിവേഴ്സ് പ്രിൻ്റ് ആവും. ഇനി സ്വിച്ചിന് കിട്ടുന്നത് 4 ആണെങ്കിൽ എന്ത് സംഭവിക്കണം, സെക്കൻഡ് സ്ട്രിങ്ങിൻ്റെ റിവേഴ്സ് സംഭവിക്കണം അല്ലേ. അപ്പോൾ ഞാൻ അടുത്ത കേസ് ചെയ്താണ്. ഇതിന് മുന്നേ ബ്രേക്ക് വേണം, ബ്രേക്ക് കൊടുക്കുന്നു, എന്നിട്ട് അടുത്ത കേസ് ചെയ്യുന്നു. ബ്രേക്ക് കേസ് ചെയ്തിട്ട് സ്പേസ് ഇട്ടിട്ട് കേസ് വാല്യൂ ആയ 4 കൊടുക്കുന്നു, കോളൻ ഇടുന്നു. അതിൻ്റെ താഴെ എന്ത് ചെയ്യാണ്, സ്വിച്ചിന് കിട്ടുന്നത് 4 ആണെങ്കിൽ എന്താ സംഭവിക്കേണ്ടത്, രണ്ടാമത്തെ സ്ട്രിങ്ങിൻ്റെ റിവേഴ്സാണ് കാണേണ്ടത്. അപ്പോൾ അവിടെ ഞാൻ strrev ഓഫ് എന്ത് കൊടുക്കുകയാണ്, B എന്ന് കൊടുക്കുകയാണ്. ബീൻ്റെ അകത്താണ് നമ്മൾ രണ്ടാമത്തെ സ്ട്രിങ് ഉള്ളത്, അതുകൊണ്ട് strf B എന്ന് കൊടുത്തത്. strref B എന്ന് കൊടുക്കുന്ന സമയത്ത് രണ്ടാമത്തെ ക്യാരക്ടർ അതിൻ്റെ അകത്ത് സ്റ്റോർ ആയ, അതായത് B എന്ന് പറയുന്ന ക്യാരക്ടർ അതിൻ്റെ അകത്ത് സ്റ്റോർ ആയ സ്ട്രിങ് റിവേഴ്സ് ആയിട്ട് എന്ത് ചെയ്യും, ആ സെയിം അരേ തന്നെ റീപ്ലേസ് ആയിട്ട് വരും. അപ്പം അങ്ങനെ ബിക്ക് അകത്ത് എന്ത് ചെയ്യുന്നുണ്ടാവും, സ്ട്രിങ് റിവേഴ്സ് ആയിട്ട് സ്റ്റോർ ആകുന്നുണ്ടാവും. ആ സ്ട്രിങ്ങിനെ നമുക്ക് പ്രിൻറ്റ് ചെയ്യണം. അതിന് വേണ്ടി ഞാൻ ഒരു പ്രിൻ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുകയാണ്. അവിടെ കൊടുക്കുകയാണ് ദ റിവേഴ്സ് ഓഫ് the reverse of second string is എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ കൂടെ വേണം സ്ട്രിങ്ങിനെ പ്രിൻ്റ് ആവാൻ അല്ലേ. ഇപ്പോൾ സ്ട്രിങ്ങിനെ പ്രിൻ്റ് ആവാൻ ഇവിടെ ഒരു സെമി കോളൻ ഇട്ടിട്ട് ഇവിടെ എന്ത് കൊടുത്താൽ മതി, ഇതിൻ്റെ താഴെ പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഇതിൻ്റെ താഴെ എന്ത് ചെയ്താൽ മതി, നമ്മൾ ഇതിൻ്റെ കൂടെ പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ താഴെ എന്ത് ചെയ്താൽ മതി, പുട്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ വെച്ചിട്ട്, പ്രിൻ്റ് ഓഫിൻ്റെ ആൾട്ടർനേറ്റീവ് ആണ് പുട്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് B എന്ന് കൊടുത്താൽ മതി. B എന്ന് പറയുന്ന അതിൻ്റെ അകത്തുള്ള സ്ട്രിങ് പ്രിൻ്റ് ആവും അല്ലേ. അപ്പം ഇതിന് മുന്നേ നേരത്തെയുള്ള പ്രിൻ്റ് ഓഫിൻ്റെതായ ഇവിടെ ഒരു പ്രിൻ്റ് ഓഫ് ലൈനിൽ പ്രിൻ്റ് ആയതിനു ശേഷം ഒരു ന്യൂ ലൈൻ ക്യാരക്ടർ കൂടെ അവിടെ കൊടുക്കണം, അല്ലെങ്കിൽ കാണുമ്പോൾ ഒരു ഭംഗി കിട്ടില്ല. അതുകൊണ്ട് ഇവിടെ സ്ലാഷിന് കൂടെ ഫ്രണ്ടിൽ ചേർത്തു. അപ്പം ഇത്രയും കേസുകൾ നമ്മൾ ഡിഫൈൻ ചെയ്തു. അപ്പോൾ സ്ട്രിങ്ങിൻ്റെ അത്രയും കാര്യം നമ്മൾ കണ്ടു. സ്ട്രിങ്ങിൻ്റെ ലെങ്ത് കണ്ടു, സ്ട്രിങ്ങിൻ്റെ റിവേഴ്സ് കണ്ടു. ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് സ്ട്രിങ്ങിൻ്റെ കോൺകാറ്റിനേഷനാണ്. അതായത് രണ്ട് സ്ട്രിങ്ങിനെ നമുക്ക് ഒരുമിപ്പിക്കണം അല്ലേ. അപ്പോൾ രണ്ട് സ്ട്രിങ്ങിനെ ഒരുമിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം എന്താ, നമുക്ക് strcat എന്ന് പറയുന്ന ഫംഗ്ഷനാണ് നമുക്ക് അവിടെ ആവശ്യം. അപ്പോൾ ആ ഫംഗ്ഷൻ കൂടെ ഞാൻ ഇതിൻ്റെ അകത്തുനിന്ന് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഈ ഒന്നാമത്തെ ക്യാരക്ടർ അരേൻ്റെ സൈസ് ഞാനൊന്ന് കൂട്ടുകയാണ് കേട്ടോ. കാരണം ഇതാണ് എൻ്റെ ഡെസ്റ്റിനേഷനായിട്ട് ഞാൻ കൊടുക്കുന്നത്. അതായത് കോപ്പി സ്ട്രിങ് കോൺകാറ്റിനേഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, രണ്ട് ക്യാരക്ടർ അരേനെയാണ് നമ്മൾ കമ്പൈൻ ചെയ്യുക. അപ്പോൾ രണ്ടാമത്തെ അരയിൽ കിടക്കുന്ന സ്ട്രിങ് ആണ് ഒന്നാമത്തെ അരയിലേക്ക് വരിക. അപ്പോൾ രണ്ടാമത്തെ അരയിലെ സ്ട്രിങ്ങിനെ കൂടെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഒന്നാമത്തെ അരയ്ക്ക് ഉണ്ടാകണം. അപ്പോൾ എൻ്റെ ഒന്നാമത്തെ അരയായിട്ട് ഞാൻ ഇവിടെ എനെയാണ് കൺസിഡർ ചെയ്യേണ്ടത്. അതുകൊണ്ട് എൻ്റെ സൈസ് ഞാൻ കൂട്ടി. ഇത് നമ്മളെ സ്ട്രിങ്ങിൻ്റെ തിയറീൻ്റെ അകത്ത് പറഞ്ഞ കാര്യമാണ്. അപ്പോൾ എൻ്റെ സൈസ് ഞാൻ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് 40 കൊടുത്തു. ഓക്കെ, ഇപ്പോൾ സ്വിച്ചിന് കിട്ടുന്നത് 5 ആണെങ്കിലാണ് എനിക്ക് എന്ത് ചെയ്യേണ്ടത്, സ്വിച്ചിന് കിട്ടുന്നത് 5 ആണെങ്കിലാണ് എനിക്ക് എന്ത് ചെയ്യേണ്ടത്, സ്ട്രിങ്ങിൻ്റെ കോൺകാറ്റിനേഷൻ നടക്കേണ്ടത് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനെന്ത് കൊടുക്കുകയാണ്, ഇവിടെ ചോയ്സ് 4ന് ശേഷം ഇവിടെ 4 വരാനുള്ള റിവേഴ്സിനാണ് ഉപയോഗിച്ചത്. പിന്നെ സപ്പോസ് യൂസർ എൻ്റർ ചെയ്യുന്നത് 5 ആണെങ്കിൽ എന്ത് സംഭവിക്കണം, കോൺകാറ്റിനേഷൻ സംഭവിക്കണം. അപ്പം 5 ഫോർ കോൺകാറ്റിനേഷൻ എന്ന് കൊടുക്കുകയാണ്. ഒരു സ്ലാഷ് ക്യാരക്ടറോടെ പ്രിൻറ്റ് ചെയ്യണം. തിരിച്ച്
ഇനി ഇതാണ് നമ്മൾ സ്വിച്ചിൻ്റെ കേസ് ചെയ്താണ് അല്ലേ. സ്വിച്ചിന് കിട്ടുന്നത് 5 ആണെങ്കിൽ, യൂസർ എൻ്റർ ചെയ്യുന്ന 5 ആണെങ്കിൽ സ്വിച്ചിന് 5 കിട്ടും. 5 കിട്ടുമ്പോൾ എന്ത് സംഭവിക്കണമെന്ന കാര്യം നമ്മൾ കേസ് 5 എഴുതാം. അതിൻ്റെ താഴെ ഞാൻ ഒരു കേസ് കൂടെ എഴുതാൻ പോവാണ്. കേസ് 5 എന്ന് കൊടുക്കുന്നു, കോളൻ ഇടുന്നു. ഇതിൻ്റെ അകത്ത് സംഭവിക്കേണ്ട എന്താ, സ്ട്രിങ്ങിൻ്റെ കോൺകാർഡിനേഷൻ നടക്കേണ്ട കോഡാണ് ഇതിൻ്റെ അകത്ത് എക്സിക്യൂട്ട് ആവേണ്ടത്. അപ്പം ഞാനിവിടെ സ്ട്രിങ് കോൺകാർഡിനേഷൻ നടക്കാൻ വേണ്ടിയിട്ട് strcat എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുകയാണ്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, ക്ലോസ് ചെയ്യുന്നു, സെമി കോളൻ ഇടുന്നു. ഇനി strcat ഓപ്പൺ ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ട സിൻടാക്സ് എങ്ങനെയാണ്, ഇതിൻ്റെ അകത്ത് ആദ്യം നമ്മൾ പറയേണ്ടത് ഡെസ്റ്റിനേഷൻ ആണ് അല്ലേ. അപ്പോൾ ഡെസ്റ്റിനേഷൻ എവിടെയാണ്, നമുക്ക് ഇവിടത്തേക്ക് ആ സ്ട്രിങ് സ്റ്റോർ ആവേണ്ടത് എ എന്ന് പറയുന്ന ക്യാരക്ടർ അതിൻ്റെ അകത്താണ് സ്റ്റോർ ആവേണ്ടത്. എവിടുന്നാണ് കൊണ്ടുവരേണ്ടത്, ബിൻ്റെ അകത്തുള്ളത് അല്ലേ. അപ്പം എന്ത് സംഭവിക്കും, എ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ അകത്ത് ഓൾറെഡി നമ്മൾ സ്ട്രിങ് കൊടുത്തിട്ടുണ്ടാവും, ബിൻ്റെ അകത്ത് ഓൾറെഡി ഒരു സ്ട്രിങ് ഉണ്ടാവും. ഓക്കെ, അങ്ങനെ രണ്ട് ക്യാരക്ടറുകളെ നിങ്ങൾക്ക് നിങ്ങൾ str_a, b എന്ന് കൊടുത്താൽ എന്ത് സംഭവിക്കും, ബി എന്ന് പറയുന്ന ക്യാരക്ടർ അറയിലുള്ള സ്ട്രിങ് എങ്ങോട്ടേക്ക് കോപ്പി ചെയ്യപ്പെടും, എ എന്ന് പറയുന്ന ക്യാരക്ടർ അറയിലേക്ക് അപ്പൻഡ് ചെയ്യപ്പെടും. അപ്പൻഡ് ചെയ്യപ്പെടുക, അതായത് അപ്പൻഡ് ചെയ്യുക മീൻസ് എയിൽ ഓൾറെഡി ഉള്ള സ്ട്രിങ് അവിടെ തന്നെ ഉണ്ടാവും, അതിൻ്റെ കൂടെ അതിൻ്റെ എൻഡിൽ എന്ത് ചെയ്യും, ബിയിലെ സ്ട്രിങ് കൂടെ എന്ത് ചെയ്യും, ജോയിൻ്റ് ആയി വരും, അപ്പൻഡ് ആയി വരും. അപ്പം അപ്പൻഡിങ് ആണ് ഇവിടെ നടക്കുന്നത്. അപ്പം അപ്പൻഡിങ് നടന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, എവിടത്തേക്ക് അപ്പൻഡ് ചെയ്യപ്പെടുക, എ എന്ന് പറയുന്ന ക്യാരക്ടർ അറയിലെ സ്ട്രിങ്ങിലേക്ക് അപ്പൻഡ് ചെയ്യപ്പെടുക. അപ്പോൾ നമ്മളത് ആരെയാണ് പ്രിൻറ്റ് ചെയ്യേണ്ടത്, എനെയാണ് പ്രിൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു പ്രിൻ്റ് ഉപയോഗിക്കുകയാണ്. പ്രിൻ്റ് ഉപയോഗിച്ചിട്ട് അവിടെ എഴുതുകയാണ് string after concatenation എഴുതിയിട്ട് കോളൻ ഇട്ടിട്ട് അവിടെ വേണം നമ്മൾ സ്ട്രിങ് പ്രിൻറ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ സ്ട്രിങ്ങിനെ പ്രിൻറ്റ് ചെയ്യാൻ ഇതിൻ്റെ താഴെ നമുക്ക് എന്ത് കൊടുക്കാം, പുട്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കാം. പുട്സിൻ്റെ അകത്ത് ഏത് ക്യാരക്ടർ അറേൻ്റെ അകത്തുള്ള സ്ട്രിങ്ങിനെ പ്രിൻറ്റ് ചെയ്യേണ്ടത്, എൻ്റെ അകത്തല്ലേ നമ്മളെ കമ്പൈൻ ആയിട്ട് സ്ട്രിങ് ഉണ്ടാവുക. അപ്പോൾ എ എന്ന് കൊടുക്കുകയാണ്, പുട്സ് ഓഫ് എ എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പം ഇങ്ങനെ സ്ട്രിങ് കോൺകാർഡിനേഷൻ നടക്കും. നമുക്കിത് നടന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കോഡൊന്ന് നമുക്ക് എന്ത് ചെയ്യാം, റൺ ചെയ്യാം. ഞാൻ പ്രൊജക്റ്റിൽ പോകുന്നു, കമ്പൈൽ കൊടുക്കുന്നു, എറർ ഒന്നുണ്ട്, എന്താണ്, സ്റ്റേറ്റ്മെൻറ്റ് മിസ്സിംഗ് സെമി കോളൻ. എവിടെയാണ് സ്റ്റേറ്റ്മെൻറ്റ് മിസ്സിംഗ് സെമി കോളൻ കാണിക്കുന്നത്, ഇവിടെയാണ് സ്റ്റേറ്റ്മെൻറ്റ് മിസ്സിംഗ് സെമി കോളൻ കാണിക്കുന്നത്. അതായത് കേസ് 3ൻ്റെ ഇവിടെയുള്ള സെമി കോളൻ ഇവിടുന്ന് മിസ്സായിട്ടുണ്ട്. ഇവിടെ സെമി കോളൻ കൊടുക്കുകയാണ്. പ്രൊജക്റ്റിൽ പോകുന്നു, കമ്പൈൽ ചെയ്യുന്നു, എററുകളൊന്നും തന്നെയില്ല, ഡീബഗിൽ പോകുന്നു, റൺ ചെയ്യുന്നു. എൻ്റർ ദി ഫസ്റ്റ് സ്ട്രിങ് എന്നുള്ള മെസ്സേജ് വന്നിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് സ്ട്രിങ് ABC എന്ന് കൊടുക്കുകയാണ്. എൻ്റർ ദി സെക്കൻഡ് സ്ട്രിങ് എന്നുള്ള മെസ്സേജ് വന്നിട്ടുണ്ട്. ഞാൻ DEF എന്ന് കൊടുക്കുകയാണ്. എൻ്റർ അടിക്കുകയാണ്. എനിക്ക് കോൺകാർഡിനേഷനാണ് നടക്കേണ്ടതെങ്കിൽ ഞാനിപ്പം ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് 5 എന്ന് പറയുന്ന വാല്യൂ ആണ്. അപ്പോൾ 5 എന്ന് ഞാൻ ടൈപ്പ് ചെയ്തു, എന്നിട്ട് എൻ്റർ കൊടുക്കുക. ഇവിടെ കണ്ടോ, സ്ട്രിങ് ആഫ്റ്റർ കോൺകാർഡിനേഷൻ എന്ന് പറഞ്ഞിട്ട് ABCDEF എന്ന് പ്രിൻ്റ് ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ അവസാനം പ്രിൻറ്റ് ചെയ്യാൻ ശ്രമിച്ച ആ എ എന്ന് പറയുന്ന ക്യാരക്ടർ അതിൻ്റെ അങ്ങനെയാണ് പ്രിൻറ്റ് ചെയ്യാൻ ശ്രമിച്ചത്. പേരിൻ്റെ അകത്തേക്ക് എന്തുകൂടെ വന്ന് അപ്പൻഡ് ചെയ്തിട്ടുണ്ട്, രണ്ടാമത്തെ ക്യാരക്ടർ അതിൻ്റെ അകത്ത് കൊടുത്ത DEF കൂടെ എൻ്റെ അകത്ത് അപ്പൻഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ അപ്പൻഡ് ആയി കഴിഞ്ഞാൽ ഇതിലെ കണ്ടന്റ് എന്തായി മാറി, ABCDEF എന്നായി മാറി. ഇവിടെ കോൺകാർഡിനേഷൻ കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നടന്നിട്ടുണ്ട് എന്നതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും ഫംഗ്ഷൻ നമ്മൾ ചെയ്തു. ഇപ്പം സ്ട്രിങ് കോൺകാർഡിനേഷൻ, സ്ട്രിങ് റിവേഴ്സ്, സ്ട്രിങ് ലെങ്ത്ത്, സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത്, ഇത്രയും കാര്യം ചെയ്തു. ഇനി നമുക്കൊരു ഫംഗ്ഷൻ കൂടെ ചെയ്തിട്ട് നമുക്ക് എന്ത് ഈ പ്രോഗ്രാം അവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ അവസാനമായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്ന സ്ട്രിങ് ഹാൻഡ്ലിംഗ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് സ്ട്രിങ്ങിൻ്റെ കോപ്പിയാണ്. സ്ട്രിങ്ങിൻ്റെ കോപ്പി കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഏത് ഫംഗ്ഷൻ ഉപയോഗിക്കാം, strcpy എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കാം. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണം, ഒരു 6ാമത്തെ വാല്യൂ കൂടെ ഈ പ്രിൻ്റ്എഫിൻ്റെ അകത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇവിടെ എന്ത് കൊടുക്കുകയാണ്, 6 ആണ് യൂസർ എൻട്രി ചെയ്യുന്നതെങ്കിൽ എന്ത് സംഭവിക്കണം, സ്ട്രിങ് കോപ്പി സംഭവിക്കണം. സ്ട്രിങ് കോപ്പി ചെയ്യപ്പെടണം. ഓക്കെ, സ്ട്രിങ് കോപ്പി ചെയ്യപ്പെടണം. ഇനി എവിടുന്ന് എവിടത്തേക്ക് കോപ്പി ചെയ്യപ്പെടണം നോക്കാം. സ്ട്രിങ് കോപ്പി ചെയ്യേണ്ടത് എങ്ങോട്ടാ, സ്ട്രിങ് എവിടുന്ന് എവിടത്തേക്ക് കോപ്പി ചെയ്യണം, സ്ട്രിങ് 2, രണ്ടാമത്തെ സ്ട്രിങ് 2 കോപ്പി ചെയ്യപ്പെടണം. സ്ട്രിങ് 2 കോപ്പി, അതായത് രണ്ടാമത് എൻ്റർ ചെയ്യുന്ന സ്ട്രിങ്ങിനെ കോപ്പി ചെയ്യണമെന്നാണ് ഷോർട്ടാക്കി എഴുതിയാണ്. സ്ട്രിങ് 2 കോപ്പി എന്ന് കൊടുക്കുകയാണ്.
അല്ലെങ്കിൽ കോപ്പി സ്ട്രിങ് ടു എന്ന് എഴുതിയാലും കുറച്ചുകൂടെ ഭംഗിയാണ്. ഞാൻ കോപ്പി സ്ട്രിങ് ടു എന്ന് കൊടുക്കുകയാണ്. സ്ട്രിങ് ടു എന്ത് ചെയ്യണം, കോപ്പി ചെയ്യപ്പെടണം. നമുക്ക് ആ കോപ്പി ഇട്ട് എങ്ങോട്ട് വെക്കാം, സ്ട്രിങ് വണ്ണ് സ്റ്റോർ ചെയ്ത ക്യാരക്ടർ അറേയിലേക്ക് വെക്കാം. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് കൃത്യമായിട്ട് മനസ്സിലാവും. കോപ്പി സ്ട്രിങ് ടു ടു ഫസ്റ്റ് അറേ എന്ന് കൊടുക്കുകയാണ്. സിക്സ് ആണെങ്കിലാണ് എന്ത് സംഭവിക്കേണ്ടത്, സ്ട്രിങ് ഫസ്റ്റ് അറേൻ്റെ അകത്തേക്ക് കോപ്പി ചെയ്യപ്പെടേണ്ടത്. അതുകൊണ്ട് സ്വിച്ചിന് കിട്ടുന്നത് 6 ആണെങ്കിൽ എന്ത് സംഭവിക്കണം എന്നാണ് അടുത്ത കേസിൽ നമ്മൾ എഴുതേണ്ടത് അല്ലേ. അപ്പോൾ കേസ് 5 വരെ എഴുതി നമ്മൾ. ഇനി അടുത്തതായിട്ട് ബ്രേക്കിന് താഴെ കേസ് 6 എഴുതാണ്. ദെൻ കേസ് 6, അതായത് സ്വിച്ചിന് കിട്ടുന്ന 6 ആണ് സംഭവിക്കേണ്ടത് സ്ട്രിങ് കോപ്പിയാണ്. അപ്പോൾ സ്ട്രിങ് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് strcpy എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ട് അല്ലേ. strcpyൻ്റെ അകത്ത് നമ്മൾ എങ്ങനെ ഉപയോഗിക്കേണ്ടത്, 2 അരേൻ്റെ ക്യാരക്ടർ അരേൻ്റെ പേര് പറഞ്ഞു അല്ലേ. അപ്പോൾ നമുക്ക് കോപ്പി ചെയ്യേണ്ട എവിടെ നിന്ന് എങ്ങോട്ടാ, സ്ട്രിങ് 2നെയാണ് കോപ്പി ചെയ്യപ്പെടുന്നത്. എങ്ങോട്ടേക്ക്, സ്ട്രിങ് 1 സ്റ്റോർ ആയി കിടക്കുന്ന ക്യാരക്ടർ അരേൻ്റെ അകത്തേക്ക്. പിന്നെ അവിടെ ഇങ്ങനെ കൊടുക്കുകയാണ് a,b എന്ന് കൊടുക്കുകയാണ്. ഞാൻ കൊടുത്താൽ എന്താ സംഭവിക്കുക, ബി എന്ന് പറയുന്ന ക്യാരക്ടർ അരേൻ്റെ അകത്ത് സ്റ്റോർ ചെയ്ത സ്ട്രിങ് എവിടത്തേക്ക് കോപ്പി ചെയ്യപ്പെടും, എ എന്ന് പറയുന്ന ക്യാരക്ടർ അരേൻ്റെ അകത്ത് കോപ്പി ചെയ്യപ്പെടും. ഇനി എൻ്റെ അകത്ത് ക്യാരക്ടർ അരേൻ്റെ അകത്ത് ഓൾറെഡി ഒരു സ്ട്രിങ് ഉണ്ടല്ലോ, ആ സ്ട്രിങ്ങിന് എന്ത് സംഭവിക്കും, ആ സ്ട്രിങ് അവിടുന്ന് മായ്ക്കപ്പെടും, അവിടെയുള്ള സ്ട്രിങ് റീപ്ലേസ് ചെയ്യപ്പെടും. അതാണ് അവിടെ സംഭവിക്കുക. അപ്പം നമുക്കത് ഒന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം, അതിൻ്റെ താഴെ കൃത്യമായിട്ട് പ്രിൻ്റ് ആയിട്ടുണ്ടോ എന്ന് നോക്കാൻ ഒന്ന് പ്രിൻ്റ് ചെയ്യാണ്. പ്രിൻ്റ് എഫ് കൊടുക്കുകയാണ്. സ്ട്രിങ് ആഫ്റ്റർ കോപ്പീഡ് ടു അറേ 1. ഒന്നാമത്തെ അരയിലേക്ക് സ്ട്രിങ് കോപ്പി ചെയ്ത് കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താണെന്ന് നമ്മൾ കാണിക്കാൻ പോവാണ്. അപ്പോൾ ഒന്നാമത്തെ അരേ തന്നെയാണ് നമ്മൾ പ്രിൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിവിടെ പുട്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചു. ബ്രാക്കറ്റിൻ്റെ അകത്ത് ഒന്നാമത്തെ അരേൻ്റെ പേര് കൊടുത്തു. അപ്പോൾ ഇങ്ങനെ കൊടുത്ത ഒന്നാമത്തെ അരയിലെ കണ്ടൻറ്റാണ് പ്രിൻ്റ് ആവുക അല്ലേ. അപ്പം ഞാൻ ഈ ഒരു കാര്യം കൂടെ ഒന്ന് പ്രൊജക്റ്റിൽ പോയിട്ട് കമ്പൈൽ ചെയ്ത് റൺ ചെയ്ത് കാണിക്കാൻ പോവാണ്. പ്രൊജക്റ്റിൽ പോയിട്ട് കമ്പൈൽ ചെയ്തു, എറേഴ്സ് ഒന്നും തന്നെ ഇല്ല. then ഡീബഗിൽ പോന്നു, അവിടെ നിന്ന് റൺ കൊടുക്കും. എൻ്റെ ദി ഫസ്റ്റ് സ്ട്രിങ് എന്നുള്ള മെസ്സേജ് വന്നിട്ടുണ്ട്. ഞാൻ ABC എന്ന് കൊടുക്കുകയാണ്. സെക്കൻഡ് സ്ട്രിങ് CDF എന്ന് കൊടുക്കുകയാണ്. എൻ്റർ ചെയ്യാണ്. എൻ്റർ യുവർ ചോയ്സ് എന്ന് പറയുന്ന മെസ്സേജ് വന്നിട്ടുണ്ട്. 6ാമത്തെ ചോയ്സാണ് കൊടുക്കുന്നത് കേട്ടോ. ഇവിടെ A6 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. കോപ്പി സ്ട്രിങ് 2 ടു ഫസ്റ്റ് അരേ എന്ന് പറഞ്ഞുള്ള ചോയ്സാണ് എനിക്ക് വേണ്ടത്. ഞാൻ 6 എന്ന് കൊടുത്ത് എൻ്റർ അടിക്കുന്നു. ഓക്കെ, എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ സ്ട്രിങ് ആഫ്റ്റർ കോപ്പീഡ് ടു അരേ 1ന് ശേഷം എന്താ പ്രിൻ്റ് ആയേ, CDF എന്ന പ്രിൻ്റ് ആയി. ഞാൻ ഇവിടെ നോക്കിക്കോളെ, ഇവിടെ സംഭവിച്ച കാര്യം നോക്കേ. ABC എന്ന് പറയുന്ന സ്ട്രിങ് ഇനീഷ്യലി എവിടെയായിരുന്നു സ്റ്റോർ ആയത്, ഒന്നാമത്തെ അരേൻ്റെ അകത്ത്. CDF എന്ന് പറയുന്ന സ്ട്രിങ് എവിടെയായിരുന്നു സ്റ്റോർ ആയത്, രണ്ടാമത്തെ അരേൻ്റെ അകത്ത്. അതായത് രണ്ടാമത്തെ അരേ ബിയും ഒന്നാമത്തെ അരേൻ്റെ പേര് എയും ആയിരുന്നു. അപ്പം എൻ്റെ അകത്ത് ABC എന്ന് പറയുന്ന കണ്ടന്റും ബി എന്ന് പറയുന്ന അരേൻ്റെ അകത്ത് CDF എന്ന് പറയുന്ന കണ്ടന്റും ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഞാൻ കോപ്പി ചെയ്യാൻ ശ്രമിച്ചത്. എവിടുന്ന് എവിടത്തേക്ക്, സ്ട്രിങ് 2 ആയ CDFന് എവിടത്തേക്ക് സ്റ്റോർ ചെയ്യാൻ ശ്രമിച്ചത്, എ എന്ന് പറയുന്ന ക്യാരക്ടറിനേക്ക് സ്റ്റോർ ചെയ്യാൻ ശ്രമിച്ചത്. അപ്പോൾ അങ്ങനെ കോപ്പിങ് നടന്നപ്പോൾ എന്താ സംഭവിച്ചത് നോക്കിയാൽ, ഞാൻ ആരെയാണ് പ്രിൻ്റ് ചെയ്യാൻ ശ്രമിച്ചത്, ലാസ്റ്റ് പുട്സിൽ എ എന്ന് പറയുന്ന ക്യാരക്ടറിനെ പ്രിൻ്റ് ചെയ്യാൻ ശ്രമിച്ചത്. ഓൾറെഡി ഉള്ളത് ABC ആയിരുന്നു, പക്ഷെ ഇവിടെ പ്രിൻ്റ് ആയത് എന്താ, CDF. കാരണം എന്താ, എയിലുള്ള കണ്ടന്റ് റീപ്ലേസ് ആയിപ്പോയി. അതായത് ഈ strcpy സംഭവിക്കുമ്പോൾ എയിൽ ഓൾറെഡി ഉള്ള കണ്ടന്റ് എന്തായി, ബി വെച്ച് റീപ്ലേസ് ആയിപ്പോയി. അപ്പം ബിയിലും എയിലും ഇപ്പം എന്താണ്, രണ്ടിലുള്ളത് എന്താണ്, നമ്മളെ CDF എന്ന് നമ്മൾ രണ്ടാമത് കൊടുത്തിട്ടുള്ള സ്ട്രിങ് ആയ CDF ആണ്. അപ്പോൾ അതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇനി ഇതിൽ കാണുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പ്രോഗ്രാമിൽ ഒരു കാണാനുള്ളൊരു ഭംഗി കുറവുണ്ട്. പ്രോഗ്രാമൊക്കെ പ്രോപ്പറായി വർക്ക് ചെയ്യുന്നുണ്ട്. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, /n /t ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ കാര്യം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം ഇവിടെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു കോളൻ കൊടുക്കാം, അങ്ങനെ ഒരു ഭംഗി ഉണ്ടാക്കാം. അതേപോലെ നമ്മളിവിടെ ഈ ഒരു പ്രിൻ്റ് അകത്ത് ഫസ്റ്റ് ചോയ്സ് സെലക്ട് ചെയ്യുന്ന അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെയും വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഭംഗിയിൽ കാര്യങ്ങൾ കൊടുക്കാം. അറേഞ്ച്മെൻറ്റ് വൃത്തിയാക്കാണ്.
ഫോർഗ്രൗണ്ട് ഇവിടെ സ്പേസ് ഇട്ട് പോയിട്ടുണ്ട്, അത് കളിയാണ്. ഒന്നുമില്ല, കാണാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം, വേറെ ഒരു ചേഞ്ചസും വരുത്തുന്നില്ല. ഇവിടെ ഒരു സ്പേസ് ഇട്ടിട്ടുണ്ടായിരുന്നു, അത് കളിയാണ്. ഞാൻ ഓരോ പ്രിൻ്റ് കൂടി ഞാൻ ഫ്രണ്ടിൽ ഒരു സ്ലാഷിനും ചേർക്കാം. ഇവിടെ ഒരു സ്ലാഷൻ, ഇവിടെ ഒരു സ്ലാഷൻ, ഇവിടെ ഒരു സ്ലാഷൻ, ഇവിടെ ഓൾറെഡി സ്ലാഷനും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു സ്ലാഷൻ, ഇവിടെ ഒരു സ്ലാഷൻ. ഇത്രയും കൊടുത്താൽ നമ്മുടെ പ്രോഗ്രാം ഒന്നുകൂടെ കാണാനൊരു ഭംഗിയുണ്ടാവും. അതായത് ഔട്ട്പുട്ട് നമ്മൾ പ്രോംപ്റ്റ് കാണാനൊരു ഭംഗിയുണ്ടാവും. ഡീബഗിൽ പോയിട്ടൊന്ന് റൺ ചെയ്ത് നോക്കാം. എൻ്റെ അടുത്ത് ഫസ്റ്റ് സ്ട്രിങ് എന്നുള്ള മെസ്സേജ് വന്നിട്ടുണ്ട്. ഞാൻ ABC എന്ന് കൊടുത്തു. എൻ്റെ അടുത്ത് സെക്കൻഡ് സ്ട്രിങ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ റീഡ് ചെയ്യുന്നത് ഇവിടെ റീഡ് ചെയ്ത പോലെ അല്ല അല്ലേ, കാണാൻ വേണ്ടി ഒരു എന്താണ്, ഇവിടെ റീഡ് ചെയ്യുന്നത് സെയിം ലൈനിൽ നിന്നും ഇവിടെ ഈ ഒരു ഇൻപുട്ട് പോയിട്ട് നിന്ന് അടുത്ത ലൈനിലുമാണ് അല്ലേ. ഒന്നാമത്തതിൽ ABC അടുത്ത ലൈനിലാണ് വന്നത്, പക്ഷേ ഇവിടെ നിന്ന് സെയിം ലൈനിൽ തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് കാണാനുള്ള ഭംഗിക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ രണ്ടാമത്തെ സ്ട്രിങ് റീഡ് ചെയ്യുന്ന ഒരു സ്ലാഷിൻ്റെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും, കാര്യങ്ങളൊന്നും കൂടെ ഭംഗിയാവും. ഇവിടെ ഞാനൊരു സ്ലാഷിൻ്റെ കൂടെ കൊടുക്കാം. പ്രൊജക്റ്റിൽ പോയിട്ട് കമ്പൈൽ ചെയ്യുന്നു, ഓക്കെ കൊടുക്കുകയാണ്. ഡീബഗിൽ പോകുന്നു, റൺ ചെയ്യുന്നു. ഫസ്റ്റ് സ്ട്രിങ് ഞാൻ ABC കൊടുത്തു, സെക്കൻഡ് സ്ട്രിങ് ഞാൻ CDEF കൊടുക്കുകയാണ്. ഇത്രയും ചോയ്സ് വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഒന്നാണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യും, ലെങ്ത്ത് വരും. രണ്ടാണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ എന്താണ്, സെക്കൻഡ് അറേൻ്റെ ലെങ്ത്ത് വരും. മൂന്നാണെങ്കിൽ റിവേഴ്സ്, നാലാണെങ്കിൽ റിവേഴ്സ് തന്നെ അല്ലേ, രണ്ടും റിവേഴ്സാണ്. മൂന്നാണെങ്കിൽ ഒന്നാമത്തെ അറേൻ്റെ റിവേഴ്സും, നാലാണെങ്കിൽ രണ്ടാമത്തെ അറേൻ്റെ റിവേഴ്സും ആണ്. ദെൻ അഞ്ചാമത് കോൺകാറ്റിനേഷൻ സംഭവിക്കും. ആറാണെങ്കിൽ രണ്ടാമത്തെ സ്ട്രിങ് ഫസ്റ്റ് അറേയിലേക്ക് കോപ്പി ചെയ്യപ്പെടും. ഇത്രയും കാര്യങ്ങളാണ് അവിടെ സംഭവിക്കുക. ഇവിടെ ഇത് വർക്ക് ചെയ്യുന്നത് സ്വിച്ചിനെ ബേസ് ചെയ്തിട്ടാണ് എന്ന കാര്യമാണ് അവിടെ ശ്രദ്ധിക്കാനുള്ളത് അല്ലേ. അപ്പം ഇവിടെ ആറാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടോ, കോപ്പി സ്ട്രിങ് ടു കോപ്പി വേണം. അപ്പോൾ അവിടെ ഇൻപുട്ടിന് ആ സെയിം ലൈനിൽ തന്നെയാണ് അത് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഇൻപുട്ടിൻ്റെ വെയിറ്റിംഗ് അവിടെ ആ സെയിം ലൈനിലാണ് നടക്കുന്നത്. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ലാസ്റ്റ് പ്രിൻ്റ് നമ്മൾ ഈ ഒരു ചോയ്സ് റീഡ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രിൻ്റ് ഈ പ്രിൻ്റ് ഇതിൽ ലാസ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, ലാസ്റ്റ് ചോയ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്ലാഷിൻ്റെ കൂടെ അങ്ങ് ചേർക്കാം. അവിടെ അത് ഒന്നുകൂടെ ഭംഗിയാവും, ഒന്നുകൂടെ വൃത്തിയാവും. ഇവിടെ ഒന്നുകൂടെ ഞാൻ അറേഞ്ച്മെൻറ്റ് വരുത്താണ്. ഇവിടെ ഫസ്റ്റ് അറേ സ്ട്രിങ് കോപ്പി ടു ഫസ്റ്റ് അറേ എന്നുള്ള മെസ്സേജിന് ശേഷം എനിക്ക് എന്ത് ചെയ്യണം, ഇവിടെ വേണം ഒരു സ്ലാഷിന് കൊടുക്കാൻ. ഇവിടെ ഒരു സ്ലാഷിന് കൊടുക്കണം. പ്രൊജക്റ്റിൽ പോയിട്ട് കമ്പൈൽ ചെയ്യുന്നു. ഡീബഗിൽ പോയിട്ട് റൺ ചെയ്യണം. ഫസ്റ്റ് സ്ട്രിങ് ഞാൻ ABC എന്ന് കൊടുക്കുന്നു. സെക്കൻഡ് സ്ട്രിങ് ഞാൻ എന്താണ് DEF എന്ന് കൊടുക്കുന്നു. എൻ്റർ അടിക്കുന്നു. ഫസ്റ്റ് സ്ട്രിങ്ങിൻ്റെ എന്ത് ചെയ്യണം, എനിക്ക് ലെങ്ത് ഓഫ് ദി ഫസ്റ്റ് സ്ട്രിങ് കാണണം. അപ്പം ഞാൻ 1 എന്ന് പറഞ്ഞ് ചോയ്സ് കൊടുക്കുകയാണ്. ഫസ്റ്റ് സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എന്ന് പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്, 3 എന്ന് പ്രിൻ്റ് ആയിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ റൺ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ലാസ്റ്റ് ചോയ്സ് ഒന്ന് നോക്കാം. അതുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് പ്രോഗ്രാം അവിടെ നിർത്താം. പ്രൊജക്റ്റിൽ പോയിട്ട് കമ്പൈൽ ചെയ്ത് വെച്ച പ്രോഗ്രാമാണ്, ഞാൻ റൺ ചെയ്യാണ്. എൻ്റെ അടുത്ത് ഫസ്റ്റ് സ്ട്രിങ് നല്ല മെസ്സേജ് വന്നു, ABC എന്ന് തന്നെ കൊടുക്കുകയാണ്. സെക്കൻഡ് സ്ട്രിങ് DEF എന്ന് കൊടുക്കുകയാണ്. നമുക്ക് എന്ത് ചെയ്യണം, സ്ട്രിങ്ങിൻ്റെ കോപ്പിങ് നടക്കണം, അല്ലെങ്കിൽ കോൺകാറ്റനേഷൻ കോപ്പി ചെയ്താലും കുഴപ്പമില്ല. ഞാൻ കോപ്പി നടത്താണ്. സ്ട്രിങ്ങിൻ്റെ കോപ്പി നടത്താൻ വേണ്ടിയിട്ട് ഞാൻ 6 എന്ന് പറഞ്ഞ ചോയ്സ് കൊടുക്കുകയാണ്, എൻ്റർ അടിക്കുകയാണ്. അപ്പോൾ സ്ട്രിങ് ആഫ്റ്റർ കോപ്പീഡ് ടു അറേ 1 എന്ന് പറഞ്ഞിട്ട് DEF എന്ന് വന്നിട്ടുണ്ട്. അതായത് രണ്ടാമത് എൻ്റർ ചെയ്ത സ്ട്രിങ് എവിടത്തേക്ക് സ്റ്റോർ ചെയ്തു, ഒന്നാമത്തെ അറേൻ്റെ അകത്ത് സ്റ്റോർ ചെയ്തു. അതാണ് ഇവിടെ സംഭവിച്ചത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ പ്രോഗ്രാമിൻ്റെ അകത്തുള്ളത്. നമ്മൾ സിംപ്ലി വേറൊന്നുമില്ല, നമ്മൾ സ്വിച്ച് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെയും അതുപോലെ നമ്മൾ പഠിച്ച സ്ട്രിങ് ഫങ്ഷൻസിൻ്റെ പ്രോഗ്രാമിനെയും ഒന്ന് കമ്പൈൻ ആക്കി ഒരു സിംഗിൾ പ്രോഗ്രാമിൻ്റെ അകത്ത് എത്തിച്ചു. ഇത്രയും ഇവിടെ ചെയ്തിട്ടുള്ളൂ.
ഇനി ഇതിൻ്റെ അകത്ത് യൂസർ ചിലപ്പം ഈ കേസ് 6 വരെ നമ്മൾ എഴുതിയിട്ടുള്ളത്, യൂസർ 1 മുതൽ 6 വരെയുള്ള വാല്യൂസ് മാത്രമേ എൻ്റർ ചെയ്യാൻ പാടുള്ളൂ. ചിലപ്പോൾ യൂസർ 7 8 നമ്മൾ ഡിഫൈൻ ചെയ്യാത്ത കേസ്, അതായത് നമുക്ക് കേസ് വാല്യൂ കൊടുത്ത് നമ്മൾ ഡിഫൈൻ ചെയ്യാത്തൊരു വാല്യൂ ചിലപ്പോൾ യൂസർ സപ്ലൈ ചെയ്യുന്നുണ്ടാവും സ്വിച്ചിലേക്ക്. അതായത് ഈ ഒരു CH എന്ന് പറയുന്ന വേരിയബിളിന് 1 മുതൽ 6 വരെ അല്ലാത്ത വേറെ ഏതെങ്കിലും വാല്യൂ കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണ്ട, ഒരു ഓപ്പറേഷൻ നടക്കേണ്ടതായിട്ടില്ല. അപ്പം അങ്ങനെ വരികയാണെങ്കിൽ യൂസറോട് എന്ത് പറയണം, നമ്മൾ ഇൻവാലിഡ് ചോയ്സ് ആണ് നിങ്ങൾ എൻ്റർ ചെയ്തതെന്ന് പ്രിൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം സ്വിച്ചിൻ്റെ അകത്ത് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു കേസുമായിട്ട് മാച്ച് ആകുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നുള്ള കാര്യം നമ്മൾ എഴുതുക ഡിഫോൾട്ട് എന്ന് പറയുന്ന ബ്ലോക്കിൻ്റെ അകത്താണ്. ഞാനൊരു ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇടുന്നു, എന്നിട്ട് ഡിഫോൾട്ട് എന്ന് പറയുന്ന കേസ് എഴുതാണ്. ഡിഫോൾട്ട് DEFAULT എന്ന് എഴുതാണ്. ദെൻ അതിൻ്റെ അകത്ത് ഒരു പ്രിൻ്റ് വെച്ചിട്ട് കൊടുക്കുകയാണ്, എന്ത് കൊടുക്കുകയാണ്, ഇൻവാലിഡ് ചോയ്സ് എന്ന് കൊടുക്കുകയാണ്, സെമിക്കോളൻ ഇടുക. ദെൻ പ്രൊജക്റ്റിൽ പോയിട്ട് എന്ത് ചെയ്യാണ്, ഞാൻ ഈ കോഡിനൊന്ന് പ്രൊജക്റ്റിൽ പോയി കമ്പൈൽ ചെയ്യുന്നു. ദെൻ ഡീബഗിൽ പോയിട്ട് റൺ ചെയ്യണം. എൻ്റെ ദി ഫസ്റ്റ് സ്ട്രിങ് എന്നുള്ള മെസ്സേജ് വന്നിട്ടുണ്ട്. ഞാൻ ABC എന്ന് കൊടുക്കുന്നു. എൻ്റെ ദി സെക്കൻഡ് സ്ട്രിങ് എന്താണ്, DEF എന്ന് കൊടുക്കുകയാണ്. കണ്ടോ, 1 ചോയ്സ് കൊടുത്താൽ ലെങ്ത് കാണും. ഇതൊക്കെ നമുക്കറിയാം. 1 കൊടുത്താൽ ലെങ്ത് കാണും, 2 കൊടുത്താൽ ലെങ്ത് കാണും, 3 കൊടുത്താൽ റിവേഴ്സ് കാണും, 4 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, സെക്കൻഡ് വേരിയൻ്റ് റിവേഴ്സ് കാണും, 5 കൊടുത്താൽ കോൺകാറ്റനേഷൻ നടക്കും, 6 കൊടുത്താൽ കോപ്പിങ് നടക്കും, അല്ലേ? ഇനി ഞാൻ എൻ്റർ ചെയ്യുന്നത് A ആണെന്ന് വെച്ചു. A കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരു കേസുമായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, A എന്ന് പറയുന്ന ഒരു കേസേ ഡിഫൈൻ ചെയ്തിട്ടില്ല. അപ്പം അതായത് നമ്മൾ ഇതിൻ്റെ അകത്ത് കൊടുത്ത ചോയ്സിൻ്റെ അകത്ത് പെടാതെ യൂസറിൻ്റെ മുന്നിൽ ഡിസ്പ്ലേ ചെയ്ത 6 ചോയ്സുകളുണ്ട്. 6ൽ പെടാത്ത 7ാമത്തെ ഒരു വാല്യൂ 7 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അവിടെ ഇൻവാലിഡ് ചോയ്സ് പ്രിൻ്റ് ആവും, അല്ലേ? അതായത് 1 മുതൽ 6 ഒഴികെയുള്ള ബാക്കി ഏത് വാല്യൂ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ടിൽ എന്ത് വരും, ഇൻവാലിഡ് ചോയ്സ് എന്നുള്ളൊരു മെസ്സേജ് പ്രിൻ്റ് ആവും. ഓക്കെ, ഇതോടെ ചേരുമ്പോഴാണ് പ്രോഗ്രാമിന് ഒന്നുകൂടെ ഒരു കാണാനൊരു ഇത് കിട്ടുന്നത്. അതുകൊണ്ട് ആ ഒരു ഡിഫോൾട്ട് സ്റ്റേറ്റ്മെൻറ്റോട് എഴുതുന്നത് എന്തായിരിക്കും, നല്ലതായിരിക്കും.